മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ക്രിസ്ത്യൻ പേരുള്ള മലയാളികൾ എന്നെ വിളിച്ചറിയിക്കുകയുണ്ടായി. സർ, ഞങ്ങൾക്ക് കുറേ പേർക്ക് ഹിന്ദു ധർമ്മം പഠിക്കണം, നമ്മുടെ നാടിൻ്റെ പൈതൃകം പഠിക്കണം. സാറിന് തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കുമോ? എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. ആദ്യം അവരെ പഠിപ്പിക്കേണ്ടത് ഭഗവത്ഗീതയാണ്. ഞങ്ങളുടെ മക്കൾക്ക് മലയാളം അറിഞ്ഞൂടാ. ഇപ്പൊ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്ക് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കണം. മലയാളത്തിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, പക്ഷെ വായിച്ചു പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ധാരാളം വ്യക്തികൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കിൽ പോയിരുന്നു. അവിടെ കുറേ പേർക്ക് ഇതിൽ താല്പര്യമുണ്ട്. ധാരാളം ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല. ചെർലട്ടണിൽ പോയിരുന്നു. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ അടുത്ത കാലത്ത് പോയപ്പോൾ ഇവിടെ എല്ലാ വ്യക്തികൾക്കും ഭഗവത്ഗീതയോട് താല്പര്യമുണ്ട്. ഭഗവത്ഗീതയോട് താല്പര്യം ഉണ്ടാവാൻ കാരണമുണ്ട്. ഇന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെല്ലാം ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റ് എന്നൊരു കൺസെപ്റ്റ് വളരെ ഭംഗിയായിട്ട് വരുന്നുണ്ട്. ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റ്, ക്യാപിറ്റലിസ്റ്റിക് അപ്രോച്ച് ഓഫ് മാനേജ്മെന്റ് അല്ല, കമ്മ്യൂണിസം ബേസ്ഡ് അപ്രോച്ച്മെന്റ് ഓഫ് മാനേജ്മെന്റ് അല്ല, അല്ലെങ്കിൽ സോ കോൾഡ് സോഷ്യലിസം ബേസ്ഡ് അപ്രോച്ച് ഓഫ് മാനേജ്മെന്റ് അല്ല. വളരെ ധന്യമായ രീതിയിൽ ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റ്. അതിനെക്കുറിച്ചൊരു ക്ലാസ് ഇന്നലെ IAS പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എടുത്തിരുന്നു. ഇപ്പോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നത് കുറേ പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്തിട്ടാണ്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് 20 പോയിന്റ്, 30 പോയിന്റ്, 40 പോയിന്റ്, അല്ലെങ്കിൽ 15 പോയിന്റ് പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്തിട്ട് അത് അവരെ കൊണ്ട് നമ്മൾ വായിച്ചിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ്സാണ് എടുക്കുക. അത് വളരെയേറെ ഇഫക്റ്റീവ് ആവുന്നു എന്നറിഞ്ഞു. ഇതിന് കാരണമുണ്ട്. നമ്മളൊരു 1.5 മണിക്കൂറൊക്കെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ് കഴിഞ്ഞാൽ അതിലുള്ള എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് ഇവരെങ്ങനെയാ ഓർക്കുക? പറഞ്ഞ ആൾക്ക് തന്നെ മുഴുവൻ ഓർമ്മിക്കാൻ സാധിക്കില്ല. പിന്നെ കേട്ട ആൾക്ക് ഓർമ്മിക്കാൻ സാധിക്കുമോ? അപ്പൊ എനിക്കൊരു തോന്നല്, ഇതെല്ലാം പ്രിന്റഡ് നോട്ടായിട്ട് കൈ കൊടുക്കാം. അല്പം സ്വല്പമൊക്കെ ബോറിംഗ് തോന്നും വായിച്ച് വിവരിക്കുന്നത് ആയതുകൊണ്ട്. എങ്കിലും ആ ബോറിങ്ങിനെ കോമ്പൻസേറ്റ് ചെയ്യത്തക്ക വിധത്തില് അവര് പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒരിക്കൽ കൂടി വായിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് ഈ ബോറിങ്ങിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന തക്ക വിധത്തിലുള്ള മെറിറ്റോറിയസ് അച്ചീവ്മെന്റ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. അസാധാരണമായിട്ടുള്ള റെസ്പോൺസായി. ഇപ്പൊ 10 വിഷയങ്ങൾ 10 നോട്ട് പ്രിന്റ് എടുത്തിട്ട് അത് സ്റ്റാപ്പിൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയാറുണ്ട്, സിറോക്സ് എടുത്തിട്ട് കൊടുക്കുക, കോപ്പി എടുത്തിട്ട് കൊടുക്കുക, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ കൊടുക്കുക. ഈ ഹിന്ദു ധർമ്മം അത് അത്യുജ്വലമായിട്ട് ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും എത്തണം. ആദ്യം എത്തേണ്ടത് ഹിന്ദുക്കളിലാണ്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരിലെത്തണം. ആരെയും നശിപ്പിക്കാനോ ഇല്ലാതെയാക്കാനോ അല്ല. ഈ ഭാരതത്തിലെ ഓരോ ക്രിസ്ത്യാനിയുടെ മുസ്ലിമിന്റെ രക്തം ഹിന്ദുവിന്റെ രക്തമാണ്. ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കുറെ പേര് സൗദി അറേബ്യ പോയാൽ അവരെ ഇറങ്ങാൻ പോലും അനുവദിക്കില്ല, തിരിച്ചു കയറാൻ പറയും അവർ. ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇസ്രായേലിലേക്ക് പോയാലും അല്ലെങ്കിൽ യെരുശലേമിലേക്ക് പോയാലൊന്നും കയറ്റുമൊന്നുമില്ല. ഓർമ്മിക്കാനുള്ളത് ഇവിടുത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോയാലും ഒരേ അനുഭവമായിരിക്കും. അപ്പൊ ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുറെ DYFIക്കാർക്കും എല്ലാവർക്കും പോകാമെന്നല്ലാതെ സത്യത്തിൽ ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും രക്തം ഹിന്ദു രക്തമാണ്. ഇവിടെയുള്ള ബിഷപ്പിന്റെയും അച്ഛന്റെയും മൗലവിയുടെയും ഇവിടുത്തെ മദ്രസയിൽ ഒരു ചുക്കും ചുണ്ണാമ്പ് പറയാത്ത അധ്യാപകന്റെയും ഈ മുട്ടിന്റെ താഴെ തുണി കൊടുത്തുകൊണ്ട് നടക്കുന്നവരുടെയും എല്ലാ രക്തം ഹിന്ദു രക്തമാണ്. ഭാരതത്തില് ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും എന്ന 2 വിഭാഗമേ ഉള്ളൂ. സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയുടെ ഒരു ക്ലാസ് വേണം എന്ന് തോന്നി. ഇന്ന് IASകാർക്ക് എടുത്ത ക്ലാസ് ഞാൻ അവർക്ക് വിതരണം ചെയ്ത ഷീറ്റ്
അത് മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാൻ വായിച്ച് വിവരിക്കാം. അവർക്കൊരു 3 മണിക്കൂർ എടുത്തു. ഇവിടെ അത്ര സമയം എടുക്കാനില്ല. വളരെ സംക്ഷിപ്തമായിട്ട് വിവരിക്കുന്നു. 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ ഭാഗമാണ്. കലിയുഗം ആരംഭിക്കുന്നതിന് മുമ്പ്, കലിയുഗം ആരംഭിച്ചത് BC 3102 ഫെബ്രുവരി 17 വ്യാഴാഴ്ച രാത്രി 11:55. കലിയുഗം ആരംഭിക്കുന്നതിന് 38 വർഷങ്ങൾക്ക് മുമ്പ് അർജുനന്, അതായത് BC 3140 അർജുനന് ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. ലോക പണ്ഡിതരെയും ചിന്തകരെയും ശാസ്ത്രജ്ഞരെയും ഭരണാധികാരികളെയും അഗാധമായി സ്വാധീനിച്ച ഗീത ലോകോത്തര വിശ്വവിദ്യാലയങ്ങളിൽ പോലും പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. ഹൈന്ദവ ധർമ്മത്തിന്റെ ആധാര ഗ്രന്ഥം പോലെയാണ് ഭഗവത്ഗീത. 3, 2, 12 എന്നീ അധ്യായങ്ങൾ ഉജ്ജ്വലങ്ങളാണ്. അത് മൂന്നാമത്തേത് ശരിക്ക് കർമ്മയോഗം. സാധാരണക്കാർ ആദ്യം പഠിക്കേണ്ടത് 3-ാമത്തെ അധ്യായം കർമ്മയോഗം. പിന്നെ 2-ാമത്തെ അധ്യായം ജ്ഞാനയോഗം, കുറെ കൂടി ഹയർ ലെവലാണ്. പിന്നെ 12-ാമത്തെ അധ്യായം അത് ഭക്തിയോഗം. സാധാരണക്കാർക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പോ കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും എന്നുള്ളതിന്റെ ഓർഡർ എടുക്കുമ്പോൾ കർമ്മയോഗം 2, 3, അതുപോലെ ജ്ഞാനയോഗം 2-ാമത്തെ അധ്യായം, ഭക്തിയോഗം 12-ാമത്തെ അധ്യായം. ബാക്കിയുള്ളത് വായിക്കേണ്ടെന്നല്ല, അതിനകത്തും അത്യഗാധമായ സന്ദേശങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3, 2, 12 എങ്കിലും വായിക്കണം എന്ന് സൂചിപ്പിക്കാനാണ് ആ നമ്പർ പറഞ്ഞത്. ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ടതായ കർമ്മവും വ്യക്തികൾക്ക് ഉണ്ടായിരിക്കേണ്ടതായ ജ്ഞാനവും ഭക്തിയും വ്യക്തമാക്കുന്നതാണ് ഈ 3 അധ്യായങ്ങളും എന്ന് നമ്മൾ അറിയണം. ശരിക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ ആവേശം നൽകിയത് ഭഗവത്ഗീതയാണ്. ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച റോബർട്ട് ഓപ്പൺഹീമർക്ക് ആറ്റം ബോംബ് പൊട്ടുന്ന ശബ്ദവും കേട്ട് അദ്ദേഹം ഉദ്ധരിച്ചത് ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്. ഈ ഭഗവത്ഗീത, ഈ ആറ്റം ബോംബ് തന്നെ ലോകത്തിൽ ആവശ്യമില്ലെന്ന് പറഞ്ഞ ഗോർബച്ചേവിന് അദ്ദേഹം ഇന്റർനാഷണൽ ന്യൂക്ലിയർ ഡിസർമമെന്റ് സെഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭഗവത്ഗീതയുടെ വരിയാണ് അദ്ദേഹം കൂട്ടിയത്. 200ഓളം അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. ഭഗവത്ഗീത ഇന്ന് മാനേജ്മെന്റ് പുസ്തകത്തിന്റെ ഭാഗമാണ്. ഭാരതത്തിലും IIM-കളിൽ ഭഗവത്ഗീത പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. EK നായനാർ പോപ്പിന് കൊണ്ടുപോയി കൊടുത്തത് EMSന്റെ പുസ്തകമല്ല, AKGയുടെ പുസ്തകമല്ല, മറിച്ച് ഭഗവത്ഗീതയാണ് കൊണ്ടുകൊടുത്തത്. ഭാരതത്തിൽ ഭഗവത്ഗീത എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അതേപോലെ ലോകത്തിലും ഭഗവത്ഗീത പ്രാധാന്യം നേടിക്കൊണ്ട് സ്വയം പ്രചരിക്കുന്നു. ബൈബിൾ അടിച്ച് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുന്നത് പോലെയല്ല. ആര് ഭഗവത്ഗീത അടിച്ച് വിതരണം ചെയ്യുകയാണെങ്കിലും പൈസ മേടിച്ചിട്ടാണ്. ഫ്രീ ആയിട്ട് ഭഗവത്ഗീത കൊടുത്തിട്ടില്ല. എന്നിട്ടും ലോകത്തിലെ ഏറ്റവും അധികം പ്രചാരം നേടിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിലെ 2-ാം സ്ഥാനം ബൈബിള് കഴിഞ്ഞാൽ ഭഗവത്ഗീതയ്ക്കാണ്. ബൈബിളിന് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ട് അത് 1-ാം സ്ഥാനത്ത്, ഭഗവത്ഗീതയ്ക്ക് ഫ്രീ ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് അത് 2-ാമത്തെ സ്ഥാനത്തുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്ന ഗ്രന്ഥവും ഭഗവത്ഗീതയാണ് എന്ന് മറക്കാതിരിക്കാം. ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഭഗവത്ഗീതയിലെ ഏതാനും ശ്ലോകങ്ങൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റ്, എന്താണ് ധാർമ്മികമായിട്ടുള്ള മാനേജ്മെന്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ വിവരിക്കുന്നത്. ആദ്യത്തെ ശ്ലോകം 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരി. 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരി: ഉദ്ധരേദാത്മനാത്മാനം ന ആത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന. അതിന്റെ സന്ദേശം ഇതാണ്: അവനവനെ ഉദ്ധരിക്കേണ്ടത് അവനവനാണ്. മറ്റുള്ളവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും, എൻകറേജ് ചെയ്തേക്കാം, ബ്ലസ് ചെയ്തേക്കാം, ഗൈഡ് ചെയ്തേക്കാം. എന്ത് ചെയ്താലും ശരി, ഉയരേണ്ടത് അവനവൻ തന്നെയാണ്. അവനവനെ ഉയർത്തേണ്ട ഉത്തരവാദിത്വം അവനവൻ തന്നെയാണ്. ഉദ്ധരേദാത്മനാത്മാനം ന ആത്മാനം അവസാദയേത്. അവനവനെ അപകീർത്തിപ്പെടുത്താതിരിക്കേണ്ടത്, അവഹേളിക്കാതിരിക്കേണ്ടത്, അവനവനെ കളിയാക്കാതെ ഇരിക്കേണ്ട ഉത്തരവാദിത്വവും അവനവൻ തന്നെയാണ്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു. അവനവന്റെ ഏറ്റവും അടുത്ത ബന്ധു അവനവൻ തന്നെയാണ്. ആത്മൈവ രിപുരാത്മന. അവനവന്റെ ശത്രുവും അവനവൻ തന്നെയാണ്. ഒന്നുകൂടി വിവരിച്ചു പറഞ്ഞാൽ, ഉദ്ധരേദാത്മനാത്മാനം. എലിവേറ്റ് യുവർ സെൽഫ്, പ്രോഗ്രസ് യുവർ സെൽഫ്, ഡെവലപ്പ് യുവർ സെൽഫ്, march forward by yourself, and it is your bound duty to see that you are elevating, you are progressing, you are developing. Na atmanam avasadayed. Never denigrate yourself, never degrade yourself, never make fun of yourself, never belittle yourself.
ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു. യു ആർ യുവർ ഓൺ ക്ലോസ് റിലേറ്റീവ് ആൻഡ് ദ ക്ലോസസ്റ്റ് റിലേറ്റീവ്. ആത്മൈവ രിപുരാത്മന. You should not become your own enemy, or you will become your own enemy if not properly utilized. ഇത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റിൽ പറയുകയാണെങ്കിൽ, ഉദ്ധരേതാത്മനാത്മാനം. അവനവനെ ഉദ്ധരിക്കേണ്ടത്, അവനവന്റെ കുടുംബത്തെ ഉദ്ധരിക്കേണ്ടത്, അവനവന്റെ സംസ്കാരത്തെ ഉദ്ധരിക്കേണ്ടത്, അവനവന്റെ സമൂഹത്തെയും രാഷ്ട്രത്തെയും ഉദ്ധരിക്കേണ്ടത് അവനവന്റെ ഉത്തരവാദിത്വമാണ്. അവനവനെയും കുടുംബത്തെയും സമൂഹത്തെയും സംസ്കാരത്തെയും രാഷ്ട്രത്തെയും അവഹേളിക്കാതിരിക്കേണ്ടതും അവനവന്റെ ഉത്തരവാദിത്വമാണ്. ഇതെല്ലാമാണ് നമ്മളുടെ അടുത്ത ബന്ധുവും. നല്ല രീതിയിൽ ഇവയെ ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ സംസ്കാരവും നമ്മുടെ സമൂഹവും നമ്മുടെ രാഷ്ട്രവും തന്നെ നമ്മുടെ ശത്രുവായി തീരും അർജുന. അതുകൊണ്ട് അവനവനെ ഉദ്ധരിക്കേണ്ടത് അവനവനാണ്. മറ്റുള്ളവർ കൂടെ ഉണ്ടാകാം, അവർ വഴി കാണിച്ചു തരും, അഭിനന്ദിക്കും, ആശ്വസിപ്പിക്കും, എല്ലാം ചെയ്യുമെങ്കിലും ഉയരേണ്ട ഉത്തരവാദിത്വം അവനവൻ്റെതെന്ന്. അടുത്തത്, ഈ ജീവിതം എന്താണെന്ന് ശരിക്കും ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റിൽ നമ്മൾ അറിയണം. 2-ാം അധ്യായത്തിലെ 29-ാമത്തെ വരിയാണ്. 2-ാം അധ്യായത്തിലെ 29-ാമത്തെ വരിയിൽ പറയുന്നു, ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ജാന്യഃ ആശ്ചര്യവച്ചൈനമന്യം ശൃണോതി ശ്രുത്വാപ്യനം വേദന ചൈവ കശ്ചിത്. ഹേ അർജുന, ഈ മനുഷ്യന്റെ ജീവിതം അഥവാ 12 ലക്ഷം തരത്തിലുള്ള ജീവികളുടെ ജീവിതം നീ ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം. ഒന്ന് നിനക്ക് മനസ്സിലാവും, ഈ ജീവിതം എന്ന് പറയുന്നത് ഭൂമിയിൽ ജനിച്ചു മരിക്കുന്നത് വരെ നമ്മളിവിടെ കാട്ടിക്കൂട്ടുന്ന നമ്മുടെ ജീവിതാനുഭവങ്ങളും ജീവിത പന്ഥാവുകളും അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ, ജീവിതം എന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. അത് അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണെന്ന് ചിന്തിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. ആശ്ചര്യവത് വദതി തദൈവ ചാന്യഃ. അതിനെക്കുറിച്ച് വിവരിക്കുന്നവർക്കും ഇതൊരു അത്ഭുതകരമായ പ്രതിഭാസമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആശ്ചര്യവച്ചൈനമന്യം ശൃണോതി. ഈ ജീവിതത്തെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ഫിലോസഫിക്കലി അല്ലാതെയും ഒക്കെ വിവരിക്കാൻ ശ്രമിച്ചാൽ കേൾക്കുന്നവന് പോലും അത്യത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അർജുന ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കുക, ജീവിതത്തെ അത്ഭുതകരമായിട്ട് കാണുന്നവരും അത്ഭുതത്തോടുകൂടി വിവരിക്കുന്നവരും അത്ഭുതകരമായി ആ വിവരണം കേൾക്കുന്നവരും ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഈ ജീവിതം എന്താണെന്ന് അറിയുന്നില്ല അർജുന. ഈ ജീവിതം എന്താണെന്ന് അറിയുന്നില്ല. മരണത്തോടടുക്കുന്ന സമയത്ത് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ 10, 60, 70, 75 വയസ്സ് വരെ ജീവിച്ച നമ്മൾ എന്ത് ചെയ്തു? എന്താ ഉത്തരം? ഓരോ ദിവസവും 23,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന നമ്മൾ ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോഴും ശ്മശാനത്തോട് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 10, 50, 60 ടൺ ഭക്ഷണം കഴിച്ച് ഒരു പ്രയോജനവുമില്ലാതെ ജീവിച്ച അന്ത്യത്തിൽ ഈ ശരീരം പട്ടടയിൽ കത്തിച്ച് കളയുന്ന ആ അവസ്ഥയിൽ ഓർമ്മിക്കുക അർജുന, ജീവിതം എന്ന് പറയുന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഇന്നും ആർക്കും വളരെ വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. അടുത്ത വരി 2-ാം അധ്യായത്തിലെ 56-ാമത്തെ വരി. ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. ഈ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അർജുന, നീ ഒരു ഡോക്ടറായാലും ഒരു മാനേജിംഗ് ഡയറക്ടർ ആയാലും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയാലും ചെയർമാൻ ആയാലും പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റ് ആയാലും ആരായാലും ശരി, ഒന്ന് തികച്ചും ധന്യമായിട്ട് നീ മനസ്സിലാക്കണം, ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ജീവിതം. ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദുഃഖേഷു അനുദ്വിഗ്നമന. ദുഃഖം വരുമ്പോ നീ തളരരുത്, തകരരുത്, വരളരുത്. ദുഃഖേഷു അനുദ്വിഗ്നമന. ദുഃഖം വരുമ്പോ പരിധിക്കപ്പുറം തളരരുത്, താഴരുത്. സുഖേഷു വിഗതസ്പൃഹ. സന്തോഷം വരുമ്പോ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആവരുത്, തുള്ളിച്ചാടരുത്. വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. ഒന്നിനോടും ഒരാളോടും ഒരു കർമ്മത്തോടും ഒരു സ്ഥാപനത്തോടും പരിധിക്കപ്പുറമുള്ള ബന്ധനം പാടില്ല. ബന്ധമാവാം, ബന്ധനം പാടില്ല. വീതരാഗ ഭയക്രോധ. കഴിയുന്നത്രയും ഒന്നിനെയും ഭയപ്പെടാതെ ജീവിക്കുക. വേണ്ടതിനും വേണ്ടാത്തതിനും നമ്മൾ ഭയപ്പെടുന്നു. അതാണ് നമ്മൾ മുമ്പോട്ടുള്ള പ്രയാണത്തെ തകർക്കുന്നതും തളർത്തുന്നതും. രാഗം, ഭയം, ക്രോധം,
ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ദേഷ്യപ്പെടുന്നു. ആ ദേഷ്യം നമ്മളെ തകർക്കുകയേ ഉള്ളൂ, തളർത്തുകയേ ഉള്ളൂ. അതുകൊണ്ട് അർജുന, ദുഃഖം വരുമ്പോൾ പരിധിക്കപ്പുറം താഴാതിരിക്കുക, സന്തോഷം വരുമ്പോൾ പരിധിക്കപ്പുറം ഉയരാതിരിക്കുക, ബന്ധനം ഏത് വ്യക്തിയോടും വിഷയത്തോടും ഒഴിവാക്കുക, ബന്ധം നിലനിർത്തിക്കൊണ്ട് അതേ സമയത്ത് ആവശ്യമില്ലാത്ത ഭയം നിന്നെ കീഴടക്കാതിരിക്കട്ടെ. അതേപോലെ തന്നെ ദേഷ്യം, വാശി, പക, വിദ്വേഷം നിന്നെ കീഴടക്കാതിരിക്കട്ടെ. സോ ഇത്ര ബ്യൂട്ടിഫുള്ളി കൃഷ്ണൻ പറയുന്നു, the life cannot be explained by words. Somebody who is trying to explain the life, that will be something astounding and wonderful experience he can explain, but he does not know what exactly meant by life. And also those who are listening about the life, remember that he also may be listening that with the astounding super way of surprise, but he also does not know what is meant by life. Remember that those who are watching the life, those who are explaining the life, those who are listening the life, all are ignorant about what is meant by life. You should learn experience of living is the life, not preparation for living the life. Like that, whenever you are happy, whenever you are facing the positive situation in your life, don't get overexcited. When you are facing the sorrow, obstacles, problems and hurdles in your life, don't get over depressed. So during the negatives, never get over depressed. When you are facing the positives, never get overexcited. And always keep a fearless mind. Never keep a bondage with any individual, any institute and any movement also in the life. Never keep bondage with anything. Never be afraid of everything and never get angry, and keep yourself free from the sensational point of anger, and be like a sannyasi. Muniruchyate. Don't become a sannyasi, but behave like a sannyasi who is not worried too much about the external stimuli. And next, അടുത്ത പോയിന്റ് 2-ാം അധ്യായത്തിലെ 37-ാമത്തെ വരിയാണ്. ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യതേ മഹീം. അല്ലയോ അർജുന, ജീവിതത്തിൽ നീ നിരന്തരം പ്രവർത്തിക്കുമ്പോൾ ഓർമ്മിക്കുക, എല്ലാ പ്രവൃത്തിയും വിജയത്തിൽ പര്യവസാനിച്ചു എന്ന് വരില്ല. നീ ചെയ്യേണ്ട കർത്തവ്യം നീ ചെയ്യുക. ഏത് കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോഴും 50-50 ചാൻസുകളുണ്ട്. ചിലപ്പോൾ നീ പരാജയപ്പെട്ടു എന്ന് വരും, ചിലപ്പോൾ നീ വിജയിച്ചു എന്ന് വരും. ഹതോവാ പ്രാപ്സ്യതി സ്വർഗം. നീ പരാജയപ്പെട്ടാൽ ആത്മാഭിമാനത്തോടു കൂടി പറയുക, ഞാൻ ചെയ്യേണ്ട പ്രവൃത്തികൾ ധന്യമായിട്ട് ചെയ്തിട്ടുണ്ട്, എന്റെ കർത്തവ്യം, എന്റെ കർമ്മം ധർമ്മമായിട്ട് ഞാൻ അനുഷ്ഠിച്ചിട്ടുണ്ട്. വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത് എന്നെ പരിധിക്കപ്പുറം സ്വാധീനിക്കില്ല. ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യതേ മഹീം. നീ നിന്റെ കർമ്മത്തിൽ വിജയിച്ചാൽ ആ വിജയം കൊണ്ട് നിനക്ക് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും നീ ആസ്വദിച്ച് ജീവിക്കുക. പരാജയത്തിൽ ദുഃഖിക്കാതെ, വിജയത്തിൽ എക്സൈറ്റഡ് ആകാതെ, ആ വിജയത്തിൽ നിന്ന് നിനക്ക് ലഭിക്കാനുള്ള എല്ലാ നന്മകളും സന്തോഷത്തോടുകൂടി ഭൗതിക ജീവിതത്തിൽ ആസ്വദിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അതേസമയത്ത് ഓർമ്മിക്കുക, ഈ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന എല്ലാ ദൗത്യവും അല്ലെങ്കിൽ നിന്നെ ഏൽപ്പിക്കുന്ന എല്ലാ ദൗത്യവും വിജയകരമായി തന്നെ പര്യവസാനിപ്പിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ഓർമ്മിക്കണം, ജീവിതത്തിൽ എല്ലായ്പ്പോഴും പോസിറ്റീവ് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല, എല്ലായ്പ്പോഴും നെഗറ്റീവ് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് always keep in your mind that whenever you are entering into engaging a mission or an activity or a work, remember that equal chances are there for you are getting failed, and also almost equal chances are there for you are facing a successful result in that one. Whenever you are failing in that endeavor, remember that failure should never weaken you, should never create nervousness in your mind, because you have done your duty as your responsibility. You have done your karma as your dharma, and if you are successful in your endeavor and in your mission, enjoy the result and the reward of the mission. Next line, second chapter, 2-ാമത്തെ അധ്യായത്തിലെ 47-ാമത്തെ വരി. കർമ്മണ്യേവാധികാരസ്തേ
മാ ബലേഷു കദാചന മാ കർമ്മബലഹേതുർഭൂഹു മാ തേ സംഗോസ്തു അകർമ്മണി. അല്ലയോ അർജുന, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെ ഓർമ്മിക്കുക, നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക. അതിൻ്റെ റിസൾട്ടും റിവാർഡും ഓട്ടോമാറ്റിക്കലി നല്ല കർമ്മമാണെങ്കിൽ നല്ല റിസൾട്ടും നല്ല റിവാർഡും ഉണ്ടായിരിക്കും. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എവറി ഗുഡ് ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ. താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അതുകൊണ്ട് കർമ്മണി ഏവ തേ അധികാരഃ, നിന്റെ അധികാരം, അവകാശം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിന്റെ അധികാരം കർമ്മം ചെയ്യാനാണ്. കർമ്മബലത്തിൽ നിനക്ക് അധികാരമില്ല, അവകാശം ഏത് കർമ്മത്തിലും കർമ്മഫലത്തിലും കർമ്മത്തിന്റെ പ്രതിഫലത്തിലുമുണ്ട്. അത് നിന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഏത് കർമ്മം ചെയ്യാൻ ഇറങ്ങുമ്പോഴും ഓർമ്മിക്കുക, ഫസ്റ്റ് റാങ്ക് കിട്ടിയാലേ ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതുള്ളൂ എന്ന് നിനക്ക് ശഠിക്കാൻ സാധിക്കില്ല. എനിക്ക് ജോലി കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിലേ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുള്ളൂ. എനിക്ക് 10 ലക്ഷം രൂപ ശമ്പളം കിട്ടിയാലേ ഞാൻ ശരിക്കും സെക്രട്ടറി പദത്തിലേക്ക് പോവുള്ളൂ. IAS സെലക്ഷൻ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിലേ ഞാൻ എക്സാമിനേഷൻ എഴുതുള്ളൂ എന്ന് പറയാൻ നിനക്ക് അധികാരമില്ല. ആഗ്രഹമുണ്ടായിരിക്കാം. അതുകൊണ്ട് വാക്കുകൾ എത്ര കൃത്യമായിട്ടാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ 51 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. കർമ്മണി ഏവ തേ അധികാരഃ മാ ബലേഷു കദാചന മാ കർമ്മബലഹേതുർഭൂഹു മാ തേ സംഗോസ്തു അകർമ്മണി. കർമ്മബലത്തെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നീ പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യരുത്. ഫലം പിന്നീട് വരട്ടെ, പ്രതിഫലവും പിന്നീട് വരട്ടെ. കർമ്മബലത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് ആർക്കും വളരെയധികം മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. യുവർ വർക്ക് ഷുഡ് ബി വിത്ത് ഡിവോഷൻ, ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയറിറ്റി. ഫോക്കസ് ഓൺ യുവർ ആക്ഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് മിഷൻ. ലെറ്റ് ദ റിസൾട്ട് ആൻഡ് റിവാർഡ് കം ഫോളോയിങ് ടു ദി ആക്ഷൻ ആൻഡ് ദ മിഷൻ. Don't focus over level to the result and the reward. If you are focusing only on the result and reward, sometimes you may be a failure, Arjuna. Focus on your responsibility, focus on your duty, focus on your privilege, and undertake every action as your dharma. ഏത് കർമ്മവും ധർമ്മമായിട്ടെടുക്കാം. 2ാം അധ്യായത്തിൽ 65ാമത്തെ വരി ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. കീപ് എ സ്മൈലിംഗ് ഫേസ്. ഏത് പ്രശ്നം ജീവിതത്തിലുണ്ടെങ്കിലും തളരാതെ തകരാതെ വരളാതെ അഭിമുഖീകരിക്കുക. ചങ്കൂറ്റത്തോടുകൂടി ചിരിച്ച മുഖത്തോടുകൂടി അഭിമുഖീകരിക്കുക. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, 48 വർഷത്തിൽ പരം എല്ലാ സിനിമകളിലും എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് നടന്ന ആ ജഗതി ശ്രീകുമാർ കഴിഞ്ഞ 2.5-3 വർഷമായിട്ട് സ്വയം ചിരിക്കാൻ പറ്റാതെ കട്ടിലിൽ കിടക്കാണ്. ഇത് നമുക്ക് നാളെ സംഭവിച്ചുകൂടുന്നില്ല. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് സംതൃപ്തിയോടുകൂടി ഏറ്റെടുത്ത ദൗത്യം നീ ചെയ്യൂ അർജുന. എനിക്കും നിങ്ങൾക്കും ഇത് ബാധകമാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നമ്മളെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. ചിരിച്ച മുഖത്തോടുകൂടി ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഉണ്ടാകാൻ സാധ്യതയുള്ള നെഗറ്റീവുകളും പോസിറ്റീവുകളും നമ്മളെ തളർത്തുകയുമില്ല, പരിധിക്കപ്പുറം വളർത്തുകയുമില്ല. സർവദുഃഖാനാം ഹാനി അസ്യ പ്രസാദേ ഉപജായതേ. എല്ലാ ദുഃഖം ഇല്ലാതെയാകും ചിരിച്ച ഒരു മുഖവുമായിട്ട് ദൗത്യവും കർമ്മവും ഏറ്റെടുക്കുകയാണെങ്കിൽ. എന്നിട്ട് കൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു 3ാം അധ്യായത്തിലെ 3ാമത്തെ വരിയിൽ, അല്ലയോ അർജുന, ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് 2 തരം ജോലിയാണുള്ളത്. IASകാർക്കും അത് തന്നെയാണ്, ഡോക്ടർമാർക്കും അത് തന്നെയാണ്, എഞ്ചിനീയർമാർക്കും അത് തന്നെയാണ്, അധ്യാപകർക്കും അത് തന്നെയാണ്. എല്ലാവർക്കും 2 തരത്തിലുള്ള ജോലിയാണുള്ളത്. ഒന്ന് ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനക ജ്ഞാനയോഗേണ സംഖ്യാനാം കർമ്മയോഗേണ യോഗിനാം. അസ്മിൻ ലോകേ നിഷ്ഠ ദ്വിവിധ. ഈ ലോകത്തില് 2 തരത്തിലുള്ള കർമ്മമാണ് നമുക്ക് ചെയ്യാനായിട്ട് ഏറ്റെടുക്കാവുന്നത്, അല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിക്കാവുന്നത്. 2 തരത്തിലുള്ള കർമ്മം മാത്രമേ ഈ ലോകത്തിലുള്ളൂ. ലോകേ അസ്മിൻ ലോകേ ദ്വിവിധ നിഷ്ഠ. 2 വിധത്തിലുള്ള നിഷ്ഠകളാണ്, കർമ്മമാണുള്ളത്. അല്ല, ജ്ഞാനയോഗേന സംഖ്യാണ കർമ്മയോഗേണ യോഗിന. അറിവ് നേടി അറിവ് കൊടുക്കുന്ന ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ജ്ഞാനയോഗി. അറിവ് നേടുക, അത് അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കാം.
taking the knowledge and giving the knowledge, accepting the knowledge and dissipating the knowledge. അറിവ് നേടി അറിവ് കൊടുക്കുന്ന ഒരു ജോലി, അതാണ് സാഖ്യയോഗികൾ ചെയ്യേണ്ടത്. കർമ്മയോഗേണ യോഗിന. എല്ലാവർക്കും അറിവ് നേടി അറിവ് കൊടുക്കാനുള്ള കഴിവുണ്ടായി എന്ന് വരില്ല അർജുന. അതുകൊണ്ട് ബാക്കിയുള്ളവർ മുഴുവനും കർമ്മയോഗികളാകണം. നിരന്തരം പ്രവർത്തിക്കുക, നിരന്തരം കർമ്മനിരതരാവുക. ഏതൊരു പരിപാടി ഒരു അമ്പലത്തിലോ പള്ളിയിലോ നടത്തണമെങ്കിലും ഓർമ്മിക്കുക, ആ പരിപാടിയിൽ പാട്ട് പാടുന്നവരോ ഡാൻസ് കളിക്കുന്നവരോ പ്രഭാഷണം കൊടുക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ സ്റ്റേജിൽ ഉണ്ടാവും. അത് 5, 10, 20, 15 പേരേ ഉണ്ടാവുള്ളൂ. മുമ്പിലിരിക്കുന്നവർ 1000, 5000, 10000 പേരുണ്ടാവും. അവരെ രണ്ടുപേരെയും കണക്ട് ചെയ്യിച്ചവരാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചവര്. രാപ്പകല് കഷ്ടപ്പെട്ട് മാസങ്ങളോളം പ്രവർത്തിക്കുന്ന അവരെ കർമ്മയോഗികൾ എന്ന് പറയും. സ്റ്റേജിൽ 2 or 2.5 മണിക്കൂർ പ്രവർത്തിക്കുന്നവരെ വേണമെങ്കിൽ ജ്ഞാനയോഗികൾ എന്ന് പറയാം. ഡാൻസിനെ കുറിച്ചുള്ള ജ്ഞാനം, സംഗീതത്തെക്കുറിച്ചുള്ള ജ്ഞാനം, പ്രഭാഷണത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അതുകൊണ്ട് ഈ ലോകത്തിൽ അറിവ് നേടി അറിവ് കൊടുക്കുന്ന പ്രവൃത്തിയാണ് നിനക്ക് സാധിക്കുന്നതെങ്കിൽ നീ അത് ചെയ്യുക. അത് ബുദ്ധിമുട്ടാണ് എങ്കിൽ അറിവ് നേടി അറിവ് കൊടുക്കുന്നവർ ചെയ്യുന്ന ആ പ്രവർത്തികൾക്ക് സപ്പോർട്ടായിട്ട് നിരന്തരം കർമ്മോന്മുഖനായിട്ട് പ്രവർത്തിക്കാം. ഒരു ക്ഷത്രിയനായ നിനക്ക് അറിവ് നേടി അറിവ് കൊടുക്കാനല്ല ജോലി. ഒരു പോലീസുകാരന്റെ ജോലി എന്താണ്? ഒരു പട്ടാളക്കാരന്റെ ജോലി എന്താണ്? ഒരു എഞ്ചിനീയറിന്റെ ജോലി എന്താണ്? ഒരു സർജന്റെ ജോലി എന്താണ്? നോക്കുക. ഒരു സർജൻ മാനുവൽ വർക്കാണ്, സർജറി ചെയ്യാം. അതുപോലെ തന്നെ ഒരു പട്ടാളക്കാരൻ രാഷ്ട്രത്തെ സംരക്ഷിക്കുക. അതിനിടയ്ക്ക് മരിക്കേണ്ടിയും വരും ചിലപ്പോ. ഒരു പോലീസുകാരൻ പുസ്തകവും ഭഗവത്ഗീതയും വായിച്ചുകൊണ്ടിരിക്കലല്ല വേണ്ടത്, മറിച്ച് കർമ്മനിരതരാവുക, അവരവരെ ഏറ്റെടുത്തിരിക്കുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ഈ ലോകത്തിൽ 2 തരത്തിലുള്ള നിഷ്ഠ കർമ്മമാണുള്ളത്. 1 അറിവ് നേടി അറിവ് കൊടുക്കുന്ന പ്രവൃത്തി, 2 നിരന്തരം ശാരീരികമായിട്ടുള്ള കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആ യജ്ഞം. അടുത്തത് 3-ാം അധ്യായത്തില് 4-ാമത്തെ വരി, നച്ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. നല്ലൊരു വരിയാണ്. ശരിക്കും സന്യാസിമാരെ പോലെ കൃഷ്ണൻ എടുത്ത് അമ്മാനമാടുന്നു. ഹേ അർജുന, ഒരാൾ സന്യാസി ആയതുകൊണ്ട് സിദ്ധി ഉണ്ടാവണമെന്നില്ല. കാവ്യവസ്ത്രം ഉടുത്തതുകൊണ്ട് ജ്ഞാനിയാവണമെന്നില്ല. ഒരു ജ്ഞാനയോഗിക്ക് കാവ്യവസ്ത്രം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, ഒരു ജ്ഞാനിയാണ് എന്ന് പറഞ്ഞ ഒരാൾ നടക്കുന്നത് കൊണ്ട് അയാൾ ജ്ഞാനിയാവണമെന്നില്ല. അയാൾക്ക് അയാൾ ജ്ഞാനിയാണെന്ന് തോന്നിയാൽ പോരാ. ഈ ലോകത്തിലുള്ള വ്യക്തികൾക്ക് ഇയാളുടെ ജ്ഞാനത്തോട് ബഹുമാനവും ആദരവും ഉണ്ടാവണം. അതനുസരിച്ച് മുമ്പിലിരിക്കുന്നവരുടെ തരംഗ ദൈർഘ്യത്തിന് പറ്റുന്ന വിധത്തിലുള്ള അറിവ് കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ സിദ്ധിയുള്ളവനാവുള്ളൂ, കേപ്പബിൾ ആവുള്ളൂ, ജീനിയസ് ആവുള്ളൂ. അതൊരിക്കലും മറക്കാതിരിക്കാം. അതുകൊണ്ട് അർജുന, നീ സന്യാസം സ്വീകരിച്ചിട്ട് കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്താലും നീ സന്യാസിയൊന്നും ആവില്ല, സിദ്ധനുമാവില്ല. നിന്റെ ഉത്തരവാദിത്വം കുരുക്ഷേത്ര ഭൂമിയിൽ അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ പടവാൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുക. മതം മാറ്റാനുള്ള യുദ്ധം ചെയ്യലല്ല, കൺവേർഷന് വേണ്ടിയിട്ടുള്ള കൊലപാതകമല്ല, അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ ചെയ്യേണ്ട പ്രവൃത്തിയെല്ലാം ചെയ്ത അർജുന, നിനക്ക് അധർമ്മം ചെയ്യുന്നവരെ മനഃപരിവർത്തനത്തിലൂടെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് ഉറച്ചു മനസ്സിലായപ്പോഴാണ് നീ അവർക്കെതിരെ പടവാളെടുക്കേണ്ടി വന്നത്. അപ്പൊ ധർമ്മയുദ്ധമാണ്. അധർമ്മത്തെ ഇല്ലാതെയാക്കാൻ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ നീ ഒരു ഉപകരണം മാത്രമാണെന്ന് ചിന്തിച്ച് നിന്റെ കർമ്മം നീ ചെയ്യുക. അതല്ലാതെ സന്യാസിയുടെ വേഷം കെട്ടിയാൽ സന്യാസി ആവില്ല. അഹിംസ എന്ന വാക്കിനെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ത്യാഗത്തിൻ്റെതായിട്ടുള്ള റിഫ്ലക്ഷൻ വരില്ല. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് എ സന്യാസി നീഡ് നോട്ട് ബിക്കം എ genius. Merely wearing the saffron clothes does not mean anything. If you are a knowledgeable person, if you are a Jnana Yogi, then only the people will be respecting you in the name of Jnana Yoga. And if you have got the capacity to learn and teach, you will be known as a Jnana Yogi. Ultimate aim of a Jnana Yogi is to learn and teach. Ultimate aim of a Karma Yogi means continuously working. We can specifically say manual working, mechanically working with the devotion, dedication and sincerity. So remember, only 2 options you have got. 1 learning and teaching as Jnana Yogi, 2 doing the work, mechanical work as Karma Yogi. And always remember, when somebody is telling that you are a Karma Yogi, you will not become a genius Karma Yogi. When somebody is telling that you are a Jnana Yogi, that also will not make you a Jnana Yogi. You will become a Karma Yogi if and only if the bestowed duty, the given duty or undertaken duty
you are performing in the best possible level. Exactly like that, if you know the subject and you can present according to the wavelength of the listener or the student, then only you will become the Jnana Yogi. So you have got two options. Those who are listening this speech, ഈ പ്രഭാഷണം കേൾക്കുന്നവർക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. നമ്മുടെ പൈതൃകം പഠിപ്പിക്കുക, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാനുള്ള മഹായജ്ഞത്തിൽ സ്വയം ഏറ്റെടുക്കുക. എന്തുകൊണ്ട് അർജുന ഞാനിത് പറയുന്നത് നിനക്കറിയാമോ? ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 5-ാമത്തെ വരി, നഹി കശ്ചിക്ഷണമവി യാതൊത്തിഷ്ടത്യകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഹി. നഹി കശ്ചിക്ഷണമവി, നീ മനസ്സിലാക്കുക അർജുന, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആറ്റം എടുത്താൽ ഇലക്ട്രോണുകൾ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് പ്രകാശവർഷമായിട്ടും അല്ലെങ്കിൽ അത്രയും കാലയളവ് വന്നിട്ടും ആ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. 3.3 മില്യൺ ടൈംസ് പെർ സെക്കൻഡ് ന്യൂക്ലിയസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. ചെടികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അത് പൂത്തുകൊണ്ടിരിക്കുന്നു. അത് കായ്കളായിട്ട് മാറുന്നു. അത് പഴമാവുന്നു. അത് താഴെ വീഴുന്നു. ഈ ലോകത്തിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവചരാചരങ്ങളും അറിഞ്ഞും അറിയാതെയും പ്രവർത്തനത്തിന് വിധേയമാണ്. നഹി കശ്ചിക്ഷണമപി, നഹി കശ്ചിക്ഷണമപി, ഒരു നിമിഷം പോലും ജാതു തിഷ്ഠതി അകർമ്മകൃത്, കർമ്മം ചെയ്യാതെ പ്രവർത്തിക്കാതെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതിന് അതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഭൂമിയാണെങ്കിൽ ഭൂമി നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സോളാർ സിസ്റ്റം ആണെങ്കിൽ അത് ഗാലക്സിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗാലക്സി ആണെങ്കിൽ അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ ഈ പ്രപഞ്ചത്തിന്റെ സെന്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിമഹത്തായതും അതിസൂക്ഷ്മമായതും ഉൾപ്പെടെ അതിനിടയ്ക്കുള്ളതും ഉൾപ്പെടെ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അർജുന. അതുകൊണ്ട് നിനക്കും പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല. നീ വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും നിന്റെ ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നിന്റെ ലങ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നിന്റെ ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നിന്റെ ബ്ലഡ് 60,000 കിലോമീറ്റർ പെർ മിനിറ്റ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 60,000 കിലോമീറ്റർ ദൂരം പെർ മിനിറ്റിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു നിന്റെ ശരീരത്തിൽ. നിന്റെ ഹാർട്ട് 68 പ്രാവശ്യം ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു. 16 പ്രാവശ്യം നീ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. നിന്റെ കണ്ണ് ചെമ്മിക്കൊണ്ടിരിക്കുന്നു. നിന്റെ മൂക്കിന് ഗന്ധം അറിയാനുള്ള കഴിവുണ്ട്, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും നിന്റെ തലച്ചോറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകളും എൻസൈമുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ഇൻഡസ്റ്റൈൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശരീരത്തിനകത്ത് നിരന്തരം അനുനിമിഷം പ്രവർത്തനം നടക്കുന്നു. പുറത്തുള്ളതിലും പ്രവർത്തനം നടക്കുന്നു. അതുകൊണ്ട് അർജുന, നിനക്ക് പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല. കാരണം ഈ ലോകത്തിലുള്ളത് എല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നീയും പ്രവർത്തിക്കേണ്ടേ അർജുന. അതുകൊണ്ട് നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത്, പ്രവർത്തിക്കാതിരിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും സാധ്യമല്ല. അതുകൊണ്ട് കൃഷ്ണൻ അർജുനനോട് പറയുന്നു 3-ാം അധ്യായത്തിൽ 8-ാമത്തെ വരിയിൽ, നിയതം കുരു കർമ്മത്വം, നീ ബാക്കി എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ക്ലാസ്സിലേക്ക് അധ്യാപകൻ പഠിപ്പിക്കാൻ കയറിയാൽ നിയതം കുരു കർമ്മത്വം, നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്യാം. ബാങ്കിലെ കാഷ്യർ ക്യാഷ് ബോക്സിലേക്ക് മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഏൽപ്പിച്ച ജോലി ചെയ്യാം. ബാങ്കിലെ മാനേജർ ബാങ്കിൽ വന്ന് മാനേജറുടെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മാനേജറുടെ ജോലിയാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പുസ്തകത്തിന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അക്കൗണ്ടിങ്ങിന്റെ കാര്യങ്ങളാണ്. ജഡ്ജി സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ജഡ്ജിയുടെ ഉത്തരവാദിത്വമാണ്. അഡ്വക്കേറ്റ് ലീഗൽ കാര്യങ്ങൾ പഠിക്കാണ്. നിങ്ങൾ ആരെ വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളൂ. നിയതം കുരു കർമ്മത്വം. ഒരു സർജൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ അയാൾ സിനിമയെ കുറിച്ച് ഓർക്കില്ല, ദേവാസുരത്തെ കുറിച്ച് ഓർക്കില്ല, രാവണപ്രഭുവിനെ കുറിച്ച് ഓർക്കില്ല, ദ കിങ്ങിനെ കുറിച്ച് ഓർക്കില്ല, മമ്മൂട്ടിയെ കുറിച്ചോ മോഹൻലാലിനെ കുറിച്ച് ഓർക്കില്ല. ഓർക്കാൻ പാടില്ല. എന്താ കാര്യം? നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹി അകർമ്മണ. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഏത് ജോലിയാ നല്ലത്, ഏത് പ്രൊഫഷനാ നല്ലത് എന്നൊക്കെ ആലോചിച്ച് പോകുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ അത് ആലോചിച്ച് ഏറ്റവും നല്ലത് ഏതെന്ന് നിനക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് വരെയുള്ള കാലയളവില് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നീ ചെയ്യുക. നിയതം കുരു കർമ്മത്വം, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അഥവാ നീ ഏറ്റെടുത്തിരിക്കുന്ന ജോലി ധന്യമായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ നിനക്ക് സാധിക്കട്ടെ. 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വരിയിൽ പറയുന്നു, യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാചര. ഹേ അർജുന, ഈ വരി എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ശരിക്ക് നമ്മൾ
യജ്ഞഭാവത്തില്, സമർപ്പണ ഭാവത്തില്, വിത്ത് ഡിവോഷൻ, ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയറിറ്റിയില് ഏത് ധർമ്മവും കർമ്മവും ഏറ്റെടുത്തിട്ട് പ്രവർത്തിക്കുക. നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. സമർപ്പണ ഭാവത്തില് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തിരിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. തിരിച്ചു പ്രതീക്ഷിക്കുമ്പോഴാണ് ഞാൻ 4 ഇൻക്രിമെന്റ് പ്രതീക്ഷിച്ചതാണ് 2 ഇൻക്രിമെന്റ് കിട്ടിയുള്ളൂ. ഞാൻ ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിച്ചതാണ്, പക്ഷെ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സേ കിട്ടിയുള്ളൂ. ഈ ദുഃഖം വരാൻ കാരണം എന്താ? ഫസ്റ്റ് റാങ്ക് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക, 4 ഇൻക്രിമെന്റ് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക, ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒരു അറ്റംപ്റ്റില് പാസ്സാവാൻ വേണ്ടി പ്രവർത്തിക്കുക. ഒരു 100 പേരെങ്കിലും യുദ്ധക്കളത്തിൽ വധിക്കണമെന്ന് തോന്നിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ചെയ്യുക. അതിന്റെ നമ്പർ, ന്യൂമറിക്കൽ വാല്യൂ കുറഞ്ഞു പോയാൽ ആ നമ്പറിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ദുഃഖം ഉണ്ടാവുക. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, വളരെ ഭംഗിയായിട്ട് ഓർമ്മിക്കാനുള്ളത്, യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാചര. യജ്ഞഭാവത്തിൽ, സമർപ്പണ ഭാവത്തിൽ ഏത് പ്രവൃത്തിയും ചെയ്യുക. അത് എൻ്റേതായിട്ടുള്ള സമർപ്പണം, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സംസ്കാരത്തിന്, എൻ്റെ സമൂഹത്തിന്, എൻ്റെ രാഷ്ട്രത്തിന്, അല്ലെങ്കിൽ മാനവരാശിക്ക് എൻ്റേതായിട്ടുള്ള സമർപ്പണം എന്ന ഭാവത്തിൽ നമ്മൾ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തിയിൽ നിന്ന് എന്ത് റിസൾട്ട് വന്നാലും, എന്ത് റിവാർഡ് വന്നാലും നമ്മളെ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആക്കുകയുമില്ല, പരിധിക്കപ്പുറം ഡിപ്രസ്ഡ് ആക്കുകയുമില്ല എന്ന് നമുക്കറിയാൻ സാധിക്കണം. 3-ാം അധ്യായത്തിലെ 11-ാമത്തെ വരിയില് പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാത്. നല്ലൊരു മിഷനാണ്. ദേവാൻ ഭാവയദാനേന യോ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാത്. അല്ലയോ അർജുന, നീ ഒറ്റയ്ക്കല്ല ഈ ലോകത്തിലുള്ളത്. നിന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവർ പലരും ഉണ്ടായിരിക്കും. നിന്റെ മുകളിലുള്ളവരുണ്ടാവും, നിന്റെ കൂടെയുള്ളവരുണ്ടാവും, നിന്റെ താഴെയുള്ളവരുണ്ടാവും. ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് അവര് നിന്നെയും നീ അവരെയും പരസ്പരം ഭാവയന്ത, ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്, ആ രീതിയിലുള്ള കർമ്മമായിരിക്കണം അർജുന നീ ചെയ്യേണ്ടത്. നമുക്കും അത് ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്നുള്ള ഒരു വ്യക്തിക്ക് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഇല്ല. നമ്മുടെ ഭാര്യയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, അയൽവക്കത്തുകാരുണ്ട്. ഇവരെല്ലാം ഉള്ള ജീവിതത്തില് അവർക്ക് നമ്മളെ കൊണ്ട്, നമുക്ക് അവരെ കൊണ്ടും പ്രയോജനമുള്ള വിധത്തിൽ ജീവിക്കാം. പരസ്പരം ഭാവയന്ത, എന്നിട്ട് ശ്രേയ പരമവാപ്നുയ, പരമമായ ശ്രേയസിന്റെ ലെവലിലേക്ക് എത്താൻ നിനക്ക് സാധിക്കട്ടെ. ഒറ്റയ്ക്ക് സെൽഫിഷായിട്ട് ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ചോട് കൂടി നെവർ ആക്ട്. വി ഹാവ് ടു വർക്ക് ഫോർ അതേഴ്സ് ഓൾസോ. That too with devotion, dedication and sincerity. Whenever you are working for others too, naturally others will be contributing for your benefit also. So giving and taking policy will be effectively implemented, and so that it will be the happiest occasion for you to undertake any mission in the life. 3-ാം അധ്യായത്തിലെ 16-ാമത്തെ 3rd chapter 16th line. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഹയഃ അഗായുരിന്ദ്രിയാരാമോ മോഹം പാർത്ഥസ്സ ജീവതി. ഹേ അർജുന, നീ ഓർമ്മിക്കുക, കാലത്തിന്റെ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാലത്തിന്റെ ചക്രം ഒരു വശത്തേക്ക് തിരിച്ചു തിരിയില്ല. 2000, 2001, 2002, 2010, 2012, 2014, 2016 തിരിച്ചു പോവില്ല. 2016, 2014, 2012 പോവില്ല. ആന്റി ക്ലോക്ക് വൈസ് കാലചക്രം പോവില്ല. ഏവം പ്രവർത്തിതം ചക്രം, കാലത്തിന്റെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതോടൊപ്പം ധർമ്മത്തിന്റെ ചക്രവും തിരിയും അർജുന. കാലത്തിന്റെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ധർമ്മത്തിന്റെ ചക്രവും തിരിഞ്ഞുകൊണ്ടിരിക്കും. ആ കാലചക്രത്തോടൊപ്പം തിരിയുന്ന ധർമ്മചക്രത്തോടൊപ്പം നീ തിരിഞ്ഞില്ലെങ്കിൽ കാലചക്രം നിന്നെ അടിച്ചു തെറിപ്പിക്കും അർജുന. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഹയഃ. ആരാണോ ഈ ചക്രത്തിന്റെ തിരിച്ചിലിനോടൊപ്പം തിരിയാൻ വിസമ്മതിക്കുന്നത്, അഗായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി, അവന്റെ ജീവിതം തന്നെ യൂസ്ലെസ് ആൻഡ് വേസ്റ്റ് ആയി തീരും അർജുന. അതുകൊണ്ട് കാലചക്രത്തോടൊപ്പം നീയും തിരിയണം, ധർമ്മചക്രത്തോടൊപ്പം നീയും തിരിയണം. അതല്ലെങ്കിൽ നിന്റെ ജന്മവും നിന്റെ കർമ്മവും നിന്റെ ധർമ്മവും എല്ലാം ലോക ജനത നിസ്സാരമായിട്ട് കണക്കാക്കുന്നത് മാത്രമല്ല, നീ അഗായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി, ഇന്ദ്രിയങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു യൂസ്ലെസ്, മോഘം പാർത്ഥ സജീവതി, മോഘം സജീവതി ഹേ പാർത്ഥ.
അവന്റെ ജന്മം തന്നെ യൂസ്ലെസ് ആയിത്തീരും, നിന്റെ ജന്മവും യൂസ്ലെസ് ആയിത്തീരും. അതുകൊണ്ട് ഓർമ്മിക്കുക, കാലചക്രത്തോടൊപ്പം തിരിയുന്ന ധർമ്മചക്രത്തോടൊപ്പം നീയും തിരിയുക, ധർമ്മത്തിന്റെ വഴിയിലൂടെ മുമ്പോട്ട് പോവുക. അടുത്ത വരി 3-ാം അധ്യായത്തിലെ 21-ാമത്തെ യഥച്ഛയാ യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേ തരോജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. നല്ലൊരു വരിയാണ് 3-ാം അധ്യായത്തിൽ 21. നമ്മളുടെ മുമ്പില് നീ ഒരു ശ്രേഷ്ഠനായി തീരണം, ഒരു മാതൃകയായി തീരണം. an ideal model for the followers, those who are respecting you, those who are worshipping you. You should become an ideal model. യദ്യദാചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠന്മാർ ഏതെല്ലാം കാര്യങ്ങളാണോ ജീവിതത്തിൽ ആചരിക്കുന്നത്, തത് ഏവ ഇതരോജനാഹ, മറ്റുള്ളവരും അതേ കാര്യങ്ങളായിരിക്കും ആചരിക്കുക. നീ എന്താണോ സ യത്പ്രമാണം കുരുതി, ആരാണോ ആ ശ്രേഷ്ഠന്മാര്, അതിലേത് തരത്തിലുള്ള പ്രമാണമാണോ അവരുണ്ടാക്കുന്നത്, ലോകസ്തദനുവർത്തതേ, ജനങ്ങള് അത് അനുവർത്തിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് അർജുന, നീ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്യാതെ പലായനം ചെയ്താൽ ഭാവിയില് കാർഗിലിൽ യുദ്ധം ഉണ്ടാവുമ്പോ ആ യുദ്ധക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്ന പട്ടാളക്കാർക്ക് പറയാം, പണ്ട് വില്ലാളി വീരനും വീരശൂര പരാക്രമിയുമായ അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്യാതെ ഓടിപ്പോയ ആളാണ്. അതുകൊണ്ട് കാർഗിലിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്കും ഭയമുണ്ട്, ഞങ്ങൾ ഓടിപ്പോവാൻ പോവുകയാണെന്ന് പ്രസിഡൻസ് കോട്ട് ചെയ്ത് നിന്നെ പറഞ്ഞാൽ അന്ന് നീ അവഹേളിക്കപ്പെടും. അതുകൊണ്ട് ഓർമ്മിക്കുക അർജുന, നീ ഇപ്പോൾ യുദ്ധം ചെയ്യാതെ തിരിച്ചു പോവുകയാണെങ്കിൽ, നീ ഏറ്റെടുത്ത കർമ്മം ചെയ്യാതെ നീ തിരിച്ചു പോവുകയാണെങ്കിൽ, കാശ്മീരം എന്ന സിനിമയില് ശരിക്കും ശാരദയാണ് ജഡ്ജിയായിട്ട് അഭിനയിക്കുന്നത്. ആ ജഡ്ജി തൂക്കിക്കൊല്ലാൻ തീവ്രവാദിയെ വിധി കൽപ്പിച്ചതിന് ശേഷമാണ് രാജിവെക്കുന്നത്. അത് ചെയ്തില്ലെന്ന് വിചാരിക്കാം. കാശ്മീരം എന്ന സിനിമയില് ശാരദ വിധി എഴുതിയില്ലെന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുക? ഒരു ജഡ്ജി പോലും വിധി പറയാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തീവ്രവാദികൾക്ക് ശക്തമായിട്ട് പ്രതികരിക്കാൻ അത് അവസരം നൽകും. അതുകൊണ്ട് ഓർമ്മിക്കുക, നീ ഒരു ശ്രേഷ്ഠനാണെങ്കിൽ നീ എന്താണോ പറയുന്നത് അതായിരിക്കും ലോകം ഫോളോ ചെയ്യുക. നീ ഒരു ഭീരുവാണെങ്കിൽ, അർജുനനായ ഭീരുവിന് തിന്മകൾ ചെയ്യാമെങ്കിൽ നിക്കും തിന്മകൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അവർ അർജുനന്റെ കാൽപ്പാടുകൾ പിന്തുടരുമെങ്കിൽ അവഹേളിതനാകുന്നത് നീ ആയിരിക്കും. നീ ലോകത്തിന് മുഴുവൻ മാതൃകയാവേണ്ടവരാണ്. ഭാരതത്തിന് ഇന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്, മാതൃകയാവാനുള്ള വ്യക്തികൾ നമ്മുടെ മുമ്പിലില്ല. മാതൃകയാക്കിയ വ്യക്തികൾ ഒരു കുടുംബത്തിലെ കുറെ പേരാണ്. അവരെക്കുറിച്ച് പച്ചയ്ക്ക് നെഗറ്റീവായിട്ട് ലോകം കാണുമ്പോൾ ആ തലമുറയോട് തന്നെ ഇന്ന് നമുക്ക്, ആ കുടുംബത്തിലെ ഭരണാധികാരികളോട് തന്നെ നമുക്ക് അറപ്പും വെറുപ്പും തോന്നുന്നു. കാരണം എന്താണ്? മോഡലാവേണ്ട വ്യക്തികള് മോഡലാവുന്നവരുടെ അയൽവക്കത്ത് പോലും എത്തുന്നില്ല. അതുകൊണ്ട് അർജുന, ലോകത്തിന്റെ മുമ്പിൽ മാതൃകയാവേണ്ട വ്യക്തികള് സത്യം, ധർമ്മം, നീതി, ന്യായം, ധീരത, ഇതിന്റെയൊക്കെ മൂർത്തിമത് ഭാവമായിരിക്കണം. ഷുഡ് ബിക്കം ദി എംബോഡിമെന്റ് ഓഫ് വാലർ ആൻഡ് കറേജ്. Or if you are becoming a coward, the future world will be following your pathway, saying that Arjuna himself did that one, then what will happen if I am also doing that? Nothing is going to happen. If the still greater people can behave in a negative way, an ordinary man like me can easily behave like that. അതുകൊണ്ട് അടുത്തത് 3-ാം അധ്യായത്തിലെ 35-ാമത്തെ വരി, ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത്മയാവഹാത്. അവനവൻ ഏറ്റെടുത്തിരിക്കുന്ന കർമ്മം ചെയ്യുക. ഇപ്പൊ അതാണ് ചെയ്യേണ്ടത്. സർജറി നടത്തേണ്ട ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് ഒരു തടിയുള്ള മനുഷ്യനെ വയറ് കീറി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സർജൻ തലയുറ്റി വീണാൽ എന്താ സംഭവിക്കുക? സർജന് തലയുറ്റി വീഴാൻ അവകാശമില്ല, ഫ്രീഡം പോലും ഇല്ല. ശരിക്കും യുദ്ധം ചെയ്യാനായിട്ട് കുരുക്ഷേത്ര ഭൂമിയിൽ നിൽക്കുന്നത് പോലെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലോ ഇന്ത്യ ചൈന ബോർഡറിലോ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് വയറിളക്കം വരുന്നു, തലവേദന വരുന്നു, ഛർദിൽ വരുന്നു, എനിക്ക് പേടി തോന്നുന്നു, എന്റെ കൈയും കാലം വിറയ്ക്കുന്നു എന്ന് പറയാൻ അവകാശം ഇല്ല. എന്താ കാരണം? ശ്രേയാൻ സ്വധർമ്മോ, അവിടെ നിന്ന് ചെയ്യേണ്ട ആള് അതാണ് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യവും ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ശരിക്കും തോക്കും കൊണ്ട് നിൽക്കുന്ന, ബൗണ്ടറിയിൽ നിൽക്കുന്ന ആൾക്ക് അപ്പുറത്തുള്ള ശത്രു സൈന്യത്തെ പ്രകോപനമുണ്ടായാൽ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. ആരാച്ചാര്, അയാളുടെ ഉത്തരവാദിത്വം മരണത്തിന് അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട കുറ്റവാളിയെ തൂക്കിക്കൊല്ലുക. എന്തിന് ഏതിന് എന്ന ചോദ്യം ഇല്ല. ആരാച്ചാരുടെ ജോലി അതാണ്. ജഡ്ജിയുടെ ജോലി വിധി പ്രഖ്യാപിക്കലാണ്. ശരിക്കും നോക്കാം എത്ര ഭംഗിയായിട്ടാണ് അവനവന്റെ ജോലി, അവനവന്റെ കർമ്മം ധർമ്മമായിട്ട് അനുഷ്ഠിക്കാം. ശ്രേയാൻ
സ്വധർമ്മോ വിഗുണ പരധർമാ സ്വനുഷ്ഠിതാ. അവനവന്റെ ധർമ്മത്തിന് എന്തെല്ലാം കുറവുണ്ടെങ്കിലും ശരി, എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും ശരി, അർജുന ആ കർമ്മം ചെയ്യുക. പിന്നീട് ആ കർമ്മം ചെയ്തതിന് ശേഷം പിന്നെ എന്താ വേണ്ടത് ചെയ്യാം. കുറെ കാലം ഞാൻ NCC-യിലുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് ഒബേ ദെൻ ഓൺലി കംപ്ലെയിൻ, ഫസ്റ്റ് ഒബേ ദെൻ ഓൺലി കംപ്ലെയിൻ. അവനവൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഈ ലോകത്തിലുള്ളവരെല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നൊന്നും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. നമ്മൾ എന്ത് ഏറ്റെടുത്തു, എന്ത് ചെയ്യണം ആലോചിക്കുക. 13 കുട്ടികളുള്ള വീട്ടിൽ ജനിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ന് ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനും ഭാരതം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ പ്രസിഡന്റുമായി മാറി. മറ്റു കുട്ടികൾ 12 കുട്ടികൾ, അവർക്ക് എന്ത് സംഭവിച്ചു? അത് നിന്റെ ബാധകമല്ല, മറ്റുള്ളവരൊക്കെ മുക്കുവ കുടിലിൽ ജനിച്ച കുട്ടികളാണ് ഞങ്ങള് എന്ന് പറഞ്ഞ് അബ്ദുൽ കലാമും തറന്നിരുന്നു എങ്കിൽ ഒരു കാരണവശാലും ലോകം അംഗീകരിക്കപ്പെടുന്ന ഇത്രയും വലിയൊരു ശാസ്ത്രജ്ഞനും പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും ആകുമായിരുന്നില്ല. ഒരു ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് താൻ ചായക്കട നടത്താൻ മാത്രം വിധിക്കപ്പെട്ടവനാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കാതിരുന്നു എങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധിക്കുമായിരുന്നില്ല. ആ ചായക്കടയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ലോകത്തിലെ 51 രാഷ്ട്രങ്ങളിൽ ചെന്ന് അവരെ മുഴുവനും കയ്യിലെടുത്ത് തിരിച്ചു വരാൻ സാധിച്ച ചങ്കൂറ്റമുണ്ടായത് അവനവന്റെ കപ്പാസിറ്റിയാണ്. ഒരു കെനിയയിലെ പാചകക്കാരന്റെ മകന്റെ മകൻ, ബ്ലാക്ക് മാൻ ഇൻ വൈറ്റ് ഹൗസ്, ബറാക് ഹുസൈൻ ഒബാമയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ സാധിക്കുമെങ്കിൽ ഞാൻ കറുത്ത വർഗ്ഗക്കാരനാണ്, എനിക്കതിന് കഴിവില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും സാധിക്കില്ല. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, അവനവൻ ഏറ്റെടുത്ത ധർമ്മം കർമ്മം ഏതാണോ അത് പൂർത്തീകരിക്കുന്നത് വരെ തളരാതെ തകരാതെ വരളാതെ വളർന്ന് ആ ദൗത്യം നിർവഹിക്കണം. അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. നീ നിന്റെ ലക്ഷ്യം മുമ്പിലിടുക, എന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കൂ. അർജുന, എനിക്കും നിങ്ങൾക്കും IAS-കാർക്കും ബാധിക്കുന്ന അതാണ്. പലപ്പോഴും ഈ മന്ത്രിമാരുടെയൊക്കെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ശുദ്ധ ക്വാളിറ്റി ഇല്ലാത്ത മന്ത്രിമാരുടെ മുമ്പിൽ പഞ്ചമുച്ചം അടക്കിയിട്ട് IAS-കാർക്ക് നിൽക്കേണ്ടി വരുമ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചേക്കണം. ഏതായാലും നിങ്ങൾ പെർമനന്റ് ആണല്ലോ, അവൻ പെർമനന്റ് അല്ലല്ലോ ആ കസേരയില് എന്ന് വേണമെങ്കിൽ വിചാരിച്ചേക്കാം. അതിനൊരു ഉത്തരം കൂടി കൃഷ്ണൻ പറയുന്നു 3-ാം അധ്യായത്തിലെ 37-ാമത്തെ വരി. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേന മിക വൈരിണം. എല്ലാവരുടെ മനസ്സിലും കാമയേഷ ക്രോധയേഷ, കാമം അത്യാഗ്രഹം. കാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് അല്ല, കാമം അത്യാഗ്രഹം, ക്രോധം വാശി. എല്ലാവരുടെ ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലും ഈ 2 ഉണ്ട്. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ. രജോ ഗുണത്തിൽ നിന്ന് എല്ലാ മനുഷ്യരിലും നിലനിൽക്കുന്ന 2 വികാരങ്ങളാണ്. 1 അത്യാഗ്രഹം, 2 വാശി. അത് മഹാശനോ, ഒരു വ്യക്തിയുടെ സർവവിധ കർമ്മമണ്ഡലത്തെയും ധർമ്മബോധത്തെയും ഇല്ലാതെയാക്കാൻ പറ്റുന്നതാണ് ഈ 2 വികാരങ്ങൾ. മഹാശനോ മഹാപാപ്മ, ഒരു വ്യക്തിയെ തിന്മയിലേക്കും പാപകർമ്മത്തിലേക്കും നയിക്കുന്നതാണ് ഇത് 2. അതുകൊണ്ട് അർജുന, നിന്റെ ഇന്ദ്രിയങ്ങള്, നിന്റെ ബുദ്ധി, നിന്റെ വിവേകം, നിന്റെ ചിന്തകള് അത്യാഗ്രഹത്തിന്റെ വഴിയിലൂടെ പോകാതിരിക്കട്ടെ. അതുപോലെ തന്നെ വാശിയുടെ വഴിയിൽ കൂടെ പോകാതിരിക്കട്ടെ. വാശിയും അത്യാഗ്രഹവും പൂർണ്ണമായിട്ടും നിന്നിൽ സ്വതസിദ്ധമായിട്ടുണ്ടെങ്കിൽ പോലും അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. വാശിയുടെ അളവും അത്യാഗ്രഹത്തിന്റെ അളവും കുറച്ച് സാധാരണക്കാരെ പോലെ നിനക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. എന്നിട്ട് എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത് അതും കൃഷ്ണൻ പറയുന്നു 3-ാം അധ്യായത്തിലെ 25-ാമത്തെ വരിയില്. സക്താഹ കർമ്മണി വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാംസ്തദാസക്ത ചികീർഷുർ ലോകസംഗ്രഹം. എങ്ങനെയാണോ അത്യാഗ്രഹവും അഹങ്കാരവും വാശിയുമുള്ളവർ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്, അതേപോലെയുള്ള കർമ്മമായിരിക്കും ചിലപ്പോൾ നിനക്ക് ചെയ്യേണ്ടി വരുന്നത്. അത്യാഗ്രഹവും അഹങ്കാരവും വാശിയുമുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികള് ഒരുപക്ഷെ നിനക്കും ചെയ്യേണ്ടി വരും. പക്ഷെ ഒന്ന് മാത്രം ചിന്തിക്കുക, നീ ഏറ്റെടുത്തിരിക്കുന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ അവരിൽ കാണുന്ന മാതിരിയുള്ള അത്യാഗ്രഹം നിന്നിൽ ഉണ്ടാവാതിരിക്കട്ടെ, അവരിൽ കാണുന്നത് പോലെയുള്ള വാശി നിന്നിൽ ഉണ്ടാവാതിരിക്കട്ടെ, അവരിൽ കാണുന്നത് പോലെയുള്ള അഹങ്കാരം നിന്നിൽ ഉണ്ടാവാതിരിക്കട്ടെ. അത്ര നോക്കിയാൽ മതി. അതേ പ്രവൃത്തി തന്നെ നീ ചെയ്തേക്കാം. ഒരു നല്ല സെക്രട്ടറി ചെയ്യുന്ന പ്രവൃത്തിയും
ചീത്ത സെക്രട്ടറി ചെയ്യുന്ന പ്രവൃത്തിയും ചിലപ്പോൾ ഒരേപോലെയുള്ള ഫയലുകളായിരിക്കും നോക്കേണ്ടി വരിക. ആ ചീത്ത സെക്രട്ടറിയുടെ ചീത്ത സ്വഭാവങ്ങള് നല്ല സെക്രട്ടറി ആയ നിന്റെ മനസ്സിനെ കീഴടക്കാതിരിക്കട്ടെ. സിമ്പിളാണ് ആൻസർ. ഇത്ര ഭംഗിയായിട്ട് കമ്പയർ ചെയ്തിട്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്, തിന്മ ചെയ്യുന്ന വ്യക്തികളുടെ പ്രവൃത്തികൾ നിനക്ക് ചെയ്യേണ്ടി വന്നാലും ആ തിന്മ നീ ചെയ്യാതെ ആ പ്രവൃത്തികൾ മാത്രം ചെയ്യുക. Let that negative be not conquering you. It should not get covered in your ambition. അതുകൊണ്ട് അർജുന, നീ ചെയ്യാനുള്ള പ്രവൃത്തികൾ നീ ചെയ്യുക. അത് തിന്മ ചെയ്യുന്നവരുടെ ലക്ഷ്യബോധത്തോടുകൂടി നീ ചെയ്യാതിരിക്കുക. നന്മ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നീ പ്രവൃത്തി ചെയ്യുക. എന്ത് രസമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ളതാ. എല്ലാവരും സാമ്പാറും കറിയൊക്കെ വെക്കുന്നു. അത് അഹങ്കാരത്തോടുകൂടി എനിക്ക് മാത്രമേ ഇതൊക്കെ വെക്കാൻ സാധിക്കുള്ളൂ എന്ന ധാരണയോടുകൂടി വെക്കാതിരിക്കുക. എനിക്കും വെക്കാൻ സാധിക്കുന്നതാണ് തോന്നുന്നത്. ഒരാള് ഭാഗവതം വായിക്കുമ്പോൾ പറയുന്നത്, ഞാനൊരു കാറ് വാങ്ങിച്ചു എന്ന് നിങ്ങൾ പറയല്ലേ, എൻ്റെ മകന് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് പറയല്ലേ, എൻ്റെ മകൾക്ക് നല്ലൊരു മരുമകനെ കിട്ടിയെന്ന് പറയല്ലേ. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാനൊരു കാറ് വാങ്ങിച്ചു, ഈശ്വരാനുഗ്രഹം കൊണ്ട് എൻ്റെ മകന് നല്ലൊരു ജോലി കിട്ടി, ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ലൊരു മരുമകനെ കിട്ടി. അപ്പോ നമ്മളുടെ അഹങ്കാരവും നമ്മളെ പ്രൊജക്റ്റ് ചെയ്യലും കുറെ കൂടി സിംപ്ലിഫൈ ആയിട്ട് മാറ്റാൻ സാധിക്കും നമുക്ക്. അതുകൊണ്ട് വാശിയും പകയും വിദ്വേഷവും ഇല്ലാത്ത രീതിയിൽ ഏത് പ്രവർത്തനവും ചെയ്യുക എന്ന് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥോ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർന്ന വശമാകച്ഛേത് തൗഹ്യസ്യ പ്രതിബന്ധിതോ. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. 3-ാം അധ്യായത്തില് 34-ാമത്തെ വരി. നീ ഏത് പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോഴും അർജുന, പലതിലേക്കും നിന്റെ ചെവി നിന്നെ ആകർഷിക്കും, പലതിലേക്കും നിന്റെ കണ്ണ് നിന്നെ ആകർഷിക്കും, പലതിലേക്കും മൂക്കും നാക്കും ആകർഷിക്കും, ത്വക്കും പലതിലേക്കും ആകർഷിക്കും. ആ ആകർഷണം നിന്റെ മനസ്സിലെ അത്യാഗ്രഹവും വാശിയും പകയും ജ്വലിപ്പിക്കാൻ ഉപകരിക്കാതിരിക്കട്ടെ. ചെവിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളത്, കണ്ണിന് അട്രാക്റ്റീവ് ആയിട്ടുള്ളത്, മൂക്കിന് അട്രാക്റ്റീവ് ആയിട്ടുള്ളത്, നാക്കിന് അട്രാക്റ്റീവ് ആയിട്ടുള്ളത്, ത്വക്കിന് അട്രാക്റ്റീവ് ആയിട്ടുള്ളത് നിന്റെ അത്യാഗ്രഹത്തെ വർദ്ധിപ്പിക്കാനും നിന്റെ വാശിയെ ജ്വലിപ്പിക്കാനും കാരണമാകാതിരിക്കട്ടെ. നീ കേൾക്കുന്നത് കേട്ടോളുക, കാണുന്നത് കണ്ടോളുക, ശ്വസിച്ച് വാസന ആസ്വദിക്കുന്നത് ആസ്വദിച്ചുകൊള്ളുക, സ്വാദ് അനുഭവിക്കുന്നത് അനുഭവിച്ചുകൊള്ളുക, അതേപോലെ ത്വക്കിലുള്ള നിനക്ക് ലഭിക്കുന്ന സുഖം ആസ്വദിച്ചുകൊള്ളുക. അത് നിന്നിലുള്ള അത്യാഗ്രഹത്തെയും വാശിയെയും പകയെയും ജ്വലിപ്പിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നീ ശ്രദ്ധിക്കുക. കേൾക്കേണ്ടത് ചെവിയിൽ അവസാനിപ്പിക്കുക, കാണേണ്ടത് കണ്ണിൽ അവസാനിപ്പിക്കുക, ബാക്കിയുള്ളത് അതേപോലെ ചെയ്തിട്ട് നിന്റെ മനസ്സ് ഇതിലെ ഒന്നിനും കീഴ്പ്പെടാതെ ധന്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. 4-ാം അധ്യായത്തിലെ 7-ാമത്തെ വരി, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അടുത്ത വരി കൂടിയുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അല്ലയോ അർജുന, ധർമ്മത്തെ സംരക്ഷിക്കാൻ സത്യം ധർമ്മം നീതി ന്യായം, സത്യം ധർമ്മം നീതി ന്യായം ഇവയെ സംരക്ഷിക്കാൻ എന്നും പ്രകൃതി നിന്റെ കൂടെ ഉണ്ടാവും. എവിടെയെല്ലാമാണോ സത്യവും ധർമ്മവും നീതിയും ന്യായവും ഉള്ളത് അവിടെ പ്രകൃതിയുടെ അനുഗ്രഹം നിനക്കുണ്ടാവും. എപ്പോഴെല്ലാമാണോ അധർമ്മം വളരുന്നത്, എപ്പോഴെല്ലാമാണോ ധർമ്മം തളരുന്നത്, അപ്പോഴെല്ലാം ധർമ്മത്തെ ഉയർത്താനും അധർമ്മത്തെ നശിപ്പിക്കാനും ഈ പ്രകൃതി, whenever the system in equilibrium is disturbed, the system will adjust itself in such a way that effect of the disturbance will be nullified. Dharma samsthapanarthaya. That balance will be created always, Arjuna. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ നീ ഒരു ഉപകരണമായിട്ട് പ്രവർത്തിക്കുക. ബാക്കിയുള്ളത് പ്രകൃതി ചെയ്തോളും. ബാക്കിയുള്ളത് പ്രകൃതിയുടെ ദൗത്യമാണ് അർജുന. തകർക്കേണ്ടതിനെ സുനാമി വന്ന് തകർത്തും നിലനിർത്തേണ്ടതിനെ ഗംഭീരമായിട്ട് നിലനിർത്തും. കേദാർനാഥ് അമ്പലം പോയില്ല, അവിടുത്തെ വലിയ ഒഴുക്കില് ബാക്കിയെല്ലാം പോയി. നിലനിർത്തേണ്ടതിനെ നിലനിർത്തിയും തകർക്കേണ്ടതിനെ തകർത്തും ഈ കാലം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഓർമ്മിക്കുക. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഇപ്പോഴും ഞാനതൊന്ന് പറയുന്നു. ഓർമ്മിക്കാനുള്ളത് ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസവും 100 വർഷം പോലും തികഞ്ഞില്ല മനുഷ്യ മനസ്സുകളിൽ. 100 വർഷം പോലും തികച്ചുണ്ടായിരുന്നില്ല. അത് പഠിച്ചവരിന്ന് ആരും ഇല്ല. പക്ഷെ ഓർമ്മിക്കുക, ത്രേതായുഗത്തിലെ രാമായണം ഇന്നും അമ്പലങ്ങളിൽ കർക്കിടക മാസത്തിൽ വായിക്കുന്നു. ദ്വാപരയുഗത്തിലെ ഭാഗവതവും ഭഗവത്ഗീതയും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. ഭാഗവതം ഇന്നും വായിക്കുന്ന അമ്പലങ്ങൾ ഇഷ്ടംമാരിയുണ്ട്.
എന്തേ 2000, 3000, 5000, 6000 വർഷം പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ ഇന്നുമുണ്ട്. 100 വർഷം തികയ്ക്കാത്ത ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും EMS വായിച്ചിട്ടില്ല. അച്യുതാനന്ദൻ വായിച്ചാലോട്ട് അങ്ങനെ മനസ്സിലാവില്ല. KR ഗൗരിയം അത് തൊട്ടേ ഉണ്ടാവില്ല. പിണറായി വിജയൻ ആ ലെവലിൽ 7 അയൽവക്കത്ത് എത്തിയിട്ടുണ്ടാവില്ല. കോടിയേരി ബാലകൃഷ്ണൻ അത് എന്താന്ന് പോലും അറിയുണ്ടാവില്ല. SA ഡാംഗെയോ അല്ലെങ്കിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയോ സുർജിത് സിംഗോ ഈ പുസ്തകങ്ങളൊന്നും തൊട്ടിട്ടുണ്ടാവില്ല. എന്തേ കാരണം? നിലനിർത്തേണ്ടതിനെ കാലം നിലനിർത്തും, അല്ലാത്തതിനെ കാലം അടിച്ചു തെറിപ്പിക്കും അർജുന. അതുകൊണ്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ നീ ഇറങ്ങി പുറപ്പെട്ടാൽ കാലം നിന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ളത്, ഈ പ്രകൃതി നിന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ളത് നീ മറക്കാതിരിക്കുക. 5-ാം അധ്യായത്തിൽ 5-ാമത്തെ വരി, യത് സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തത് യോഗൈരവി. അറിവ് നേടി അറിവ് കൊടുക്കുന്നത് മാത്രമാണ് ജീവിതമെന്ന് ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കല്ലേ. ജ്ഞാനയോഗികൾ ചെയ്യുമ്പോൾ അവരുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് എത്ര വരെ ഉയരത്തിലെത്താൻ സാധിക്കുമോ അതേ ലെവലിലേക്ക് കർമ്മയോഗികൾക്കും എത്താൻ സാധിക്കും. ജ്ഞാനയോഗത്തിലൂടെ ഒരാൾക്ക് എവിടം വരെ എത്താൻ സാധിക്കുമോ അവിടെ വരെ തന്നെ കർമ്മയോഗികൾക്കും എത്താൻ സാധിക്കുമെന്നുള്ളത് ഓർമ്മിക്കുക. ഒരെണ്ണം സുപ്പീരിയറും മറ്റൊരെണ്ണം ഇൻഫീരിയറുമാണെന്ന് ധരിക്കല്ലേ. അറിവ് നേടി അറിവ് കൊടുക്കുന്നത് എത്രത്തോളം അതൊരു യജ്ഞമാണോ അതേപോലെയാണ് മാനുവൽ വർക്ക് എന്ന കർമ്മയോഗം ചെയ്യുന്നതും. രണ്ടും യോഗം തന്നെയാണ്. ആ മഹായോഗത്തിൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ ചെയ്യുമ്പോൾ അപ്പുറത്തുള്ളതാണ് വലുതെന്ന് ധരിക്കേണ്ട ആവശ്യമില്ല. 10-ാം അധ്യായത്തിൽ 8-ാമത്തെ വരി, അഹം സർവസ്യ പ്രഭവോ മത്തത് സർവം പ്രവർത്തതി. അർജുന ഒന്ന് മനസ്സിലാക്കാം, ഞാനും നീയുമല്ല ഈ പ്രവർത്തനത്തിന്റെ പുറകില്. ഈ പ്രകൃതി തന്നെ അതിന്റെ സിസ്റ്റത്തെ നിലനിർത്തും. നിലനിൽക്കേണ്ടതിനെ പ്രകൃതി നിലനിർത്തും, നിലനിർത്തേണ്ട ആവശ്യമില്ലാത്തതിനെ പ്രകൃതി വൈപ്പ് ഔട്ട് ചെയ്യിക്കും അർജുന. അതുകൊണ്ട് ഈ പ്രകൃതിയുടെ ചൈതന്യമാണ് നിന്നെയും എന്നെയും കർമ്മോന്മുഖനാക്കുന്നത്. ഈ പ്രകൃതിയുടെ ചൈതന്യമാണ് നിന്നെ കർമ്മോത്സുകനാക്കുന്നതും എന്നെ കർമ്മോത്സുകനാക്കുന്നതും. നീ തളരുമ്പോൾ നിനക്ക് ഇങ്ങനൊരു ഉപദേശം തരാൻ എന്നെ നിർബന്ധിച്ചതും ഈ പ്രകൃതിയാണ്. ഞാൻ ഇത്രയും കാലമായിട്ട് നിന്റെ സുഹൃത്താണ്, പരിചയക്കാരാണ്, ബന്ധുവാണ്. പക്ഷേ ഞാൻ ഭഗവത്ഗീത നിന്നെ ഉപദേശിച്ചു തന്നില്ലല്ലോ. ഇന്നത് തരാനുണ്ടായ കാരണം അത് പ്രകൃതിയുടെ നിയതിയാണ് അർജുന. ഇന്ന് ഇപ്രകാരം ഒരു ഭഗവത്ഗീത ഉപദേശം നിനക്ക് തരേണ്ടത് ആവശ്യമാണെന്ന് പ്രകൃതി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ നിന്നിലൂടെ പൂർത്തീകരിക്കുന്നു. അത് ഞാൻ നിനക്ക് തരുന്നു. മറ്റു ഒരു സ്ഥലത്തും വെച്ച് തരേണ്ടതല്ല. ഭഗവത്ഗീത എന്ന് ഓർമ്മിക്കുക. അജ്ഞശ്ച അശ്രദ്ധദാനശ്ച സംശയാത്മാ വിനശ്യതി. ഓരോ ഭാരതീയനും പ്രത്യേകിച്ച് ഹിന്ദുവും അറിയേണ്ടതാണ് അജ്ഞശ്ച, അറിവില്ലാത്തവൻ. അതുപോലെ തന്നെ അശ്രദ്ധദാനശ്ച, ശ്രദ്ധയില്ലാത്തവൻ. അറിവില്ലാത്തവനും ശ്രദ്ധയില്ലാത്തവനും എല്ലാത്തിനെ കുറിച്ചും അവർക്ക് സംശയമേ ഉണ്ടാവുള്ളൂ. എല്ലാത്തിനെ കുറിച്ച് സംശയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അർജുന, വേണ്ടതിനും വേണ്ടാത്തതിനും സംശയിക്കാതിരിക്കുക. നീ നിന്റെ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുക. നമ്മുടെ ജീവിതത്തിൽ പല സംശയങ്ങളും ഉണ്ടാവും. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ഏതോ അത് നീ നിർബന്ധമായിട്ടും പ്രവർത്തിച്ചുകൊണ്ട് പോവുക. ഈ മനസ്സിന് നന്മ വരുത്തുന്നത് അതാണ് ശരിയായിട്ടുള്ളത്. ശരീരത്തിന് ആരോഗ്യം വരുത്തുന്നത് അതാണ് ശരിയായിട്ടുള്ളത്. അതുപോലെ സാംസ്കാരിക മൂല്യ വർധനവ് ഉണ്ടാക്കുന്നത് അതാണ് ശരിയായിട്ടുള്ളത്. കുടുംബ ബന്ധം ദൃഢമാക്കുന്നത് അതാണ് ശരിയായിട്ടുള്ളത്. സമൂഹത്തിൽ ഐക്യമുണ്ടാക്കുന്നത് അതും ശരിയായിട്ടുള്ളത്. രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിന് കാരണമാകുന്നത് മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, ഈ 6 എണ്ണത്തിന് ശാശ്വത നന്മ വരുത്തുന്നത് എന്തോ അതിനെക്കുറിച്ച് സംശയിക്കാതെ നിനക്കേത് ശരിയെന്ന് തോന്നുന്നുവോ അത് നീ ചെയ്യുക. ഓർമ്മിക്കുക, കാലചക്രം തിരിയുമ്പോൾ ആഗമാ പായിനോ അനിത്യ താം തിദിക്ഷസ്വ ഭാരത. പലതും വരും അർജുന, വന്നതെല്ലാം വന്നതുപോലെ പോകും. Always the future will become present and the present will become the past. Never the time will flow in the reverse order. വിദ്യയുള്ളവനിൽ നിന്ന് വിദ്യയില്ലാത്തവനിലേക്ക് അറിവ് പകരുന്നത് പോലെ, ചൂടുള്ളതിൽ നിന്ന് ചൂടില്ലാത്തതിലേക്ക് താപം പകരുന്നത് പോലെ, വെള്ളം ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് ഒഴുകുന്നത് പോലെ കാലമെന്നും ഭാവിയിൽ നിന്ന് വർത്തമാനത്തിലേക്കും വർത്തമാനത്തിൽ നിന്ന് ഭൂതത്തിലേക്കുമേ പോവുള്ളൂ അർജുന. ഒരിക്കലും ഭൂതത്തിൽ നിന്ന് വർത്തമാനത്തിലേക്കും വർത്തമാനത്തിൽ നിന്ന് ഭാവിയിലേക്കും കാലം റിവേഴ്സ് ഓർഡറിൽ വരില്ല. അതുകൊണ്ട് ഈ ലോകത്തിലുള്ളതെല്ലാം ആഗമാ പായിനോ അനിത്യ, വരുന്നതും വന്നു പോകുന്നതുമെല്ലാം ടെമ്പററിയാണ്, അനിത്യമാണ്.
താം തിതിക്ഷസ്വ ഭാരത. ചങ്കൂറ്റത്തോടുകൂടി അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നിന്റെ ദൗത്യം ചെയ്യുക. ഗതാസൂന ഗതാസുംശ്ച ന അനുശോചന്തി പണ്ഡിത. പോയ കാര്യങ്ങളെക്കുറിച്ചും പോകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാര് ദുഃഖിക്കാറില്ല. നല്ല സ്റ്റെബിലിറ്റി വന്ന വ്യക്തിക്ക് സമശത്രൗച മിത്രേച തദാമാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത. ശത്രുവായാലും മിത്രമായാലും ഒരേപോലെ കാണാൻ ശ്രമിക്കൂ അർജുന. സമശത്രൗച മിത്രേച തദാമാന അപമാനയോഹോ. ആരെങ്കിലും വിമർശിച്ചാലും ആരെങ്കിലും അഭിനന്ദിച്ചാലും രണ്ടിനെയും ഒരേപോലെ കാണാൻ ശ്രമിക്കുക. സമശത്രൗച മിത്രേച തദാമാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു. തണുപ്പിലും ചൂടിലും ഒരേ രീതിയിലുള്ള മാനസിക വ്യവഹാരം നിലനിർത്തുക. സുഖദുഃഖേഷു, സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒരേ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക. അപ്പൊ സമശത്രൗച മിത്രേച തദാമാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത. തുല്യനിന്ദ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിതമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഹ. ചിലർ നീ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് നിന്നെ അഭിനന്ദിച്ചു എന്ന് വരും, ചിലർ അവഹേളിച്ചു എന്ന് വരും, നിന്ദിച്ചു എന്ന് വരും. തുല്യനിന്ദ സ്തുതിർ, സ്തുതിച്ചു എന്ന് വരും. രണ്ടിനെയും ഒരേപോലെ ഫേസ് ചെയ്യുക. തുല്യനിന്ദ സ്തുതിർ മൗനി സന്തുഷ്ടോ യേന കേനചിത്. ഏത് കാര്യത്തിലും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നവൻ ആരാണോ ആ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നിനക്ക് സാധിച്ചാല് അതാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ അർജുന എന്ന് പ്രൊഫസർ എറിക് ബേൺ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന തന്റെ പുതിയ മനഃശാസ്ത്ര ശാഖയിലൂടെ പറഞ്ഞതുപോലെ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് ഈ നെഗറ്റീവുകളും പോസിറ്റീവുകളും നിന്നെ തളർത്തുകയോ വളർത്തുകയോ ചെയ്യാതെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ ചെയ്യുക. നിമിത്തമാത്രം ഭവ സവ്യസാചി. അല്ലയോ അർജുന, പ്രകൃതിയുടെ കയ്യില് നീ ഒരു ഉപകരണം മാത്രമാണെന്ന് വിചാരിക്കുക. പ്രകൃതിയുടെ കയ്യില് നീ ഒരു ഉപകരണം മാത്രമാണ്. നീ അല്ല ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഒരു രാഷ്ട്രത്തിൽ അധർമ്മം നടമാടുമ്പോൾ ആ രാഷ്ട്രത്തെ ധർമ്മത്തിന്റെ പന്ഥാവിലേക്ക് കൊണ്ടുവരാൻ ഈശ്വരൻ വാളെടുക്കില്ല, ഈശ്വരൻ ആയുധമെടുക്കില്ല. ഈശ്വരന്റെ പ്രതിനിധികളാണ് അധർമ്മം ചെയ്യുന്നവരെ ഒന്നുകിൽ ധർമ്മത്തിന്റെ പന്ഥാവിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവർ അധർമ്മത്തിന്റെ വഴി ഉപേക്ഷിക്കില്ലെന്നുറപ്പാണെങ്കിൽ അധർമ്മം ലോകത്തിൽ നിലനിൽക്കുന്നത് അധർമ്മം ചെയ്യുന്നതിലൂടെയാണ്. അധർമ്മം വായുവിൽ തൂങ്ങി നിൽക്കില്ല, അസത്യം വായുവിൽ തൂങ്ങി നിൽക്കില്ല. അനീതിയും അന്യായവും വ്യക്തികളിലല്ലാതെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിലനിൽക്കില്ല. അർജുന, അസത്യം ചെയ്യുന്ന വ്യക്തികളെ ഉന്മൂലനം ചെയ്യാൻ ആദ്യമല്ല അവസാനമെങ്കിലും ശ്രമിച്ചില്ലെങ്കിൽ അസത്യത്തിലൂടെ ലോകം തിന്മയിലേക്ക് പോകും. അനീതിയും അന്യായവും അധർമ്മവും ചെയ്യുന്നവരെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകാനും സാധിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ അനീതിയും അന്യായവും അധർമ്മവും നിലനിൽക്കും. ആ അനീതിയും അന്യായവും അധർമ്മവും അസത്യവും ഇല്ലാതെയാക്കാൻ ശ്രമിക്കേണ്ടതെല്ലാം നീ ശ്രമിച്ച് അന്ത്യത്തിലാണ് കുരുക്ഷേത്ര ഭൂമിയിൽ വന്നിരിക്കുന്നത്. ചെയ്യേണ്ട എല്ലാ ദൗത്യങ്ങളും സാമധാന ഭേദ ദണ്ഡത്തിലൂടെ ചെയ്തിട്ട് അവസാനം ദണ്ഡമേ തിന്മ ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്യാൻ ഉപകരിക്കൂ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് യുദ്ധത്തിലേക്ക് വരേണ്ടി വന്നത്. അതുകൊണ്ട് അർജുന, നിന്റെ ഉത്തരവാദിത്വം ഒന്ന് തന്നെ. മുമ്പിലിരിക്കുന്നവർ ബന്ധുക്കളോ ഗുരുക്കന്മാരോ പിതാക്കന്മാരോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രത്തിന് ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നവര്, അധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവര്, ആ അധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് ഭീഷ്മ പിതാമഹനും. ആ അധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളാണ് ദ്രോണാചാര്യരും. അധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളാണ് കർണനും. അതുകൊണ്ട് അവിടെ ബന്ധമുണ്ടോ, ഇഷ്ടമുണ്ടോ, ആചാര്യനാണോ, മാതുലനാണോ, പിതാമഹനാണോ, ഇതൊന്നും ഉദിക്കുന്നില്ല. കാരണം അധർമ്മത്തോടൊപ്പം നിൽക്കുന്നവര്, രാഷ്ട്രത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുത്തവര്, രാഷ്ട്രത്തെ ഭരിക്കുന്നവരെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പ്രതിജ്ഞ മാറ്റിയതാണ് ഭാരതത്തിന് ഇന്ന് പറ്റിയത്. അതുകൊണ്ട് ഒരു ഇറ്റലിക്കാരിയുടെ പുറകെ ഇവർക്കൊക്കെ പോകേണ്ടി വന്നത്. രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ടി വരുന്നവര് രാഷ്ട്രത്തെ ഭരിക്കുന്നവരെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറയുമ്പോഴാണ് അർജുന ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് ഭീഷ്മരെ അടിച്ചു തെറിപ്പിക്കാൻ ഞാൻ നിന്നോട് പറയുന്നത്. ദ്രോണാചാര്യര് ശക്തനാണ്, അധ്യാപകനാണ്, ഗുരുവാണ്, ശസ്ത്രവിദ്യ പഠിപ്പിച്ച ആളാണ്. പക്ഷെ നിൽക്കുന്നത് അധർമ്മത്തിന്റെ കൂട്ടത്തിലാണ്. മാറാൻ
തയ്യാറില്ലാത്തത് കൊണ്ട് ആ വ്യക്തിയെ ഉന്മൂലനം ചെയ്യാതെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് മുമ്പിലുള്ളവർ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ സഹോദരന്മാരോ ആചാര്യന്മാരോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. രാഷ്ട്രത്തിന്റെ ശത്രുക്കളാണെങ്കിൽ അടിച്ചു തെറിപ്പിക്കുക തന്നെ ചെയ്യണം അർജുന എന്ന് കൃഷ്ണൻ ഉപദേശിച്ചു. നിങ്ങളോട് ഞാൻ പറയുന്നു, ധർമ്മം, ആ ധർമ്മത്തിന് ധാരയതീതി ധർമ്മ, ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്, ഇത് സനാതന ധർമ്മമാവാൻ കാരണം 2000 വർഷം പഴക്കമുള്ള ക്രിസ്തുമതം ഇന്ന് അമേരിക്കയിൽ നിന്നും വികസിത രാഷ്ട്രങ്ങളിൽ നിന്നും തൂത്തെറിയപ്പെട്ടു. 1350 വർഷം പഴക്കമുള്ള മറ്റൊരു ധർമ്മം തീവ്രവാദത്തിന്റെയും കൊലപാതകത്തിന്റെയും മൂർത്തിമത് ഭാവമായി മാറിയിരിക്കുന്നു. കമ്മ്യൂണിസം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി അതിന്റെ ആചാര്യന്മാരെ ഹുക്കിട്ടെടുത്ത് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടു. 10000 വർഷത്തെ പാരമ്പര്യമുള്ള സനാതന ധർമ്മം വ്യക്തിയിൽ അധിഷ്ഠിതമല്ല. ഭാരത മാതാവിന്റെ പ്രിയ പുത്രന്മാരായ ആയിരക്കണക്കിന് ഋഷീശ്വരന്മാർ നൽകിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും സനാതന ധർമ്മമുണ്ട്. ഒരു കർദിനാലും ഒരു ബിഷപ്പും ഒരു പോപ്പും ഒരു ശങ്കരാചാര്യരും നേതൃത്വം നൽകാൻ ഇല്ലാതിരുന്നിട്ടും ഈ രാഷ്ട്രത്തിൽ സനാതന ധർമ്മം നിലനിൽക്കുന്നു. കാരണം അച്ഛേദ്യോയം അദാഖ്യോയം അക്ലേദ്യോ ശോഷേവച നിത്യം സർവഗതസ്ഥാണുരചലോയം സനാതന. ആയുധം കൊണ്ട് മുറിച്ചു മാറ്റാൻ സാധിക്കാത്തത് അച്ഛേദ്യോയം, അദാഖ്യോയം അഗ്നി കൊണ്ട് കത്തിച്ചില്ലാതെയാക്കാൻ സാധിക്കാത്തത്, അക്ലേദ്യോ വെള്ളം കൊണ്ട് അലിയിപ്പിച്ചില്ലാതെയാക്കാൻ സാധിക്കാത്തത്, അശോഷ്യയേവച വായു കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കാത്തത്. അച്ഛേദ്യോയം അദാഖ്യോയം അക്ലേദ്യോ ശോഷ്യയേവച നിത്യം, എവർലാസ്റ്റിംഗ്, സർവഗതം, എല്ലാത്തിനുള്ളത്. അചലോയം ചലിപ്പിക്കാൻ സാധിക്കാത്തത്. നിത്യം സർവഗത സ്ഥാണു ഇമ്മൂവബിൾ, അചലോയം മാറ്റാൻ സാധിക്കാത്തത് സനാതനം. നൈനം ചിന്തന്തി ശസ്ത്രാണി, ആയുധങ്ങൾ കൊണ്ട് ഇതിനെ മുറിച്ചില്ലാതെയാക്കാൻ സാധിക്കില്ല. നൈനം ദഹതി പാവക, അഗ്നി കൊണ്ട് കത്തിച്ചില്ലാതെയാക്കാൻ സാധിക്കില്ല. നചൈനം ക്ലേദയന്തി ആപഹ, വെള്ളം കൊണ്ട് നനയിച്ച് കുതിർത്തില്ലാതെയാക്കാൻ സാധിക്കില്ല. നച ശോഷയതി മാരുത, കാറ്റുകൊണ്ട് ശോഷിപ്പിച്ചില്ലാതെയാക്കാൻ സാധിക്കില്ല. അതാണ് സനാതനം. ആ ധർമ്മത്തിൽ നിലനിൽക്കുന്നു ഭാരതം. ഇന്നുമുണ്ട് ഭാരതത്തിലെ വേദങ്ങള്, ഇന്നുമുണ്ട് രാമായണം, ഇന്നുമുണ്ട് മഹാഭാരതം. കോടിക്കണക്കിന് ജനങ്ങൾ ഇന്നും വായിക്കുന്നുണ്ട്. അതാണ് ഭാരതത്തിന്റെ പ്രത്യേകത. ദൈവത്തിനെ ഭയപ്പെട്ടിട്ടല്ലത് വായിക്കുന്നത്, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വായിക്കുന്നു. സാധിക്കട്ടെ നിങ്ങൾക്കും പഠിക്കാൻ. നിങ്ങൾ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ഈശ്വര വിശ്വാസിയോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആരുമാകട്ടെ, അതൊക്കെ ആവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഭാരതീയനല്ല, ഭാരത മാതാവിന്റെ പ്രിയ സന്തതി അല്ലെന്ന് പറയാൻ സാധിക്കില്ല. 62 വർഷം കൊണ്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ ക്രിസ്ത്യൻ മിഷണറിമാര് മുഴുവനും സംസ്കാരശൂന്യമാക്കി. 252 വർഷം ഭാരതം ഭരിച്ചിട്ടും ഡച്ചുകാർക്കും ഫ്രഞ്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും ഇംഗ്ലീഷുകാർക്കും ഭാരതത്തിലെ 2% ക്രിസ്ത്യാനികളാക്കാനേ സാധിച്ചുള്ളൂ. ആ ക്രിസ്ത്യാനികളാണ് ഇന്ന് പള്ളിയില് അമ്പലത്തിലെ പോലെ കൊടിമരവും കൽവിളക്കും കാവ്യവസ്ത്രവും രുദ്രാക്ഷവും അർച്ചനയും 7 സഹസ്രനാമവും വിഷുക്കണി പോലെ കണിയും ഓണപ്പൂക്കളവും വിജയദശമി വിദ്യാരംഭവും അതുപോലെ തന്നെ പറയെടുപ്പും പഞ്ചവാദ്യവും കഥകളിയും എല്ലാം എടുക്കുന്നത്. എന്തേ കാരണം? നിലനിൽക്കേണ്ടതിനെ കാലം നിലനിർത്തേണ്ട ആവശ്യമില്ലാത്തതിനെ ഏത് വ്യക്തി വന്നാലും ശരി അതിനെ തച്ച് തകർക്കുമെന്നുള്ള ആ സത്യം മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നിങ്ങൾ CD എടുത്ത് എല്ലാവർക്കും എത്തിക്കണം. ഇന്ന് അമൃതാനന്ദമയിയുടെ IAS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുത്തതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അതിൻ്റെ നോട്ട് നോക്കാൻ കാരണം ഈ ശ്ലോകങ്ങളൊന്നും നോക്കി പറയേണ്ട കാര്യമില്ല, ബൈഹാർട്ടാണ്. ഒരു കൃത്യമായ ധാർമ്മിക് മാനേജ്മെന്റിൽ ഇത്രയും ശ്ലോകങ്ങൾ വിവരിച്ചാലേ പൂർണ്ണമാവുള്ളൂ. അറിയാതെ പോലും മിസ്സാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ആ നോട്ട് കയ്യിൽ വെച്ച് നമ്പറും ശ്ലോകത്തിന്റെ ആദ്യ അക്ഷരവും നോക്കിയത്. പഠിപ്പിക്കാൻ സാധിക്കട്ടെ. ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് എനിക്ക് എഴുതിയ വലിയ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. അവർ ഭഗവത്ഗീത പഠിക്കാൻ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നിങ്ങൾ സനാതന ധർമ്മത്തിന്റെ മഹത്വമേറിയ കൊടി വാഹകരായിട്ട് ധ്വജവാഹകരായിട്ട് തീരുക. ഈ ഭാരതമാതാവിന്റെ പ്രിയ പുത്രന്മാരായിട്ട് തീരുക.
ഭാരതമാണ് നിങ്ങളുടെ പുണ്യഭൂമിയും കർമ്മഭൂമിയും ജ്ഞാനഭൂമിയും അതുപോലെ യജ്ഞഭൂമിയും. ഭാരതത്തിന് പുറത്തുള്ള ഭൂമി നിങ്ങൾക്ക് പുണ്യഭൂമിയാക്കാൻ സാധിക്കില്ല. അതൊക്കെ വാടക വീടാണ്. ഈ രാഷ്ട്രത്തിൽ ജനിച്ചവരും ഈ രാഷ്ട്രത്തിൽ വളർന്നവരും ഈ രാഷ്ട്രത്തിന്റെ ചിന്താധാരയിലും ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. ഭാരതത്തിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊരു ബൈബിളും ഒരു ഖുറാനും വെക്കാൻ ഭാരതീയർക്ക് ഒരു വിഷമമില്ല. 33 കോടി ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു അള്ളാഹുവിനെയും യഹോവയെയും ചേർക്കാൻ ഭാരതീയർക്ക് ഒരു വിഷമമില്ല. മാറേണ്ടത് നിങ്ങളാണ്, ഹിന്ദുക്കളല്ല മാറേണ്ടത്. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഭാരതം ആരെയും മതപരിവർത്തനം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തവരോട് പോലും ക്ഷമിക്കുകയും പൊറുക്കുകയുമാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യേവച നമസ്വദായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. ഈ പ്രകൃതിയിലെ ദേവതമാർക്കും ജന്മം നൽകി വളർത്തി വലുതാക്കിയ പിതൃക്കൾക്കും അവരുടെ പിതൃക്കൾക്കും മഹായോഗിഭ്യേവച മഹായോഗികൾക്കും നിത്യമേവ നമോ നമഃ എന്നും 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 പ്രണാമം അർപ്പിക്കുന്നതോടൊപ്പം ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗദീശ്വരൻ ഓരോ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഭാരതീയ പൈതൃകത്തിന്റെ വാഹകർക്കും അതിന്റെ നന്മകൾ എടുക്കാൻ തുറന്ന മനസ്സോടുകൂടി മുമ്പോട്ട് വരുന്നവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിനെ എതിർക്കുന്നവരും പുച്ഛിക്കുന്നവരും അവഹേളിക്കുന്നവരുടെയും മനസ്സിനകത്ത് ഈ യോഗികളും ഈ സംസ്കൃതം ഈ പിതൃക്കളും നന്മയുടെ വഴിയിലേക്ക് പോകാനുള്ള മാർഗനിർദ്ദേശം അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം പ്രണാമം പ്രണാമം. നമസ്കാരം.